യേശു നിന്റെ വീടിനകത്ത് വന്നാൽ സമാധാനമുണ്ട്. യേശു ഹൃദയത്തിനകത്ത് വന്നാൽ സമാധാനമുണ്ട്. യേശു നമ്മുടെ കൂടെ നടന്നാൽ സമാധാനമുണ്ട്. നമ്മൾ പോകുന്നിടത്ത് കർത്താവ് കാണും, വരുന്നിടത്ത് കർത്താവ് കാണും. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അടുക്കൽ ആയിരിക്കും? യേശു ഇരിക്കും. നമ്മൾ വേദനയോടെ കിടക്കുമ്പോൾ തഴുകി തലോടുന്ന യേശു, കണ്ണുനീരൊപ്പുന്ന യേശു നമ്മളെ കൂടെ ഇരിക്കും. രാവിലെ വരെ എപ്പോൾ വരെ? രാവിലെ തട്ടി ഉണർത്തി പറയും, മക്കളെ വാ എഴുന്നേരി പ്രാർത്ഥിരുവോ, ഞാൻ നിന്റെ അടുത്തിരിക്കോ. ഹല്ലേലൂയ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരുവരേ ഉള്ളൂ, അതാരാ? യേശു ക്രിസ്തു. മറന്നാലും അപ്പം മറന്നാലും പ്രിയപ്പെട്ടവർ മാറിപ്പോയാലും നിന്നെ എനിക്ക് വേണ്ടെന്ന് എല്ലാവരും കൈവിടുമ്പോഴും യേശു ഇപ്പം പറയും, മക്കളെ എനിക്ക് നിന്നെ വേണം. ഓ കരവൊന്നടിച്ചേ, എനിക്ക് നിന്നെ വേണം. ഈ വരി പറയുന്ന ആരെന്നറിയാമോ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറയും, മക്കളെ നിന്നെ ആർക്കും വേണ്ടെങ്കിലും, എല്ലാവരും നിന്നെ തള്ളിയാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ ഒരു വേസ്റ്റായിട്ട് തള്ളിക്കളയുമ്പോഴും ഞാൻ പറയാം, നിന്നെ ഒറ്റപ്പെടുത്താത്ത ഒരു നാഥൻ, ചേർത്ത് പിടിക്കുന്നൊരു നാഥൻ, മാറോടണയ്ക്കുന്നൊരു നാഥൻ, കണ്ണുനീർ തുടയ്ക്കുന്നൊരു നാഥൻ ഇന്ന് ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? മാറോട് ചേർക്കാൻ, കണ്ണുനീരൊപ്പാൻ, കൂടെ ഇരിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് പറയും, മക്കൾ ഞാനുണ്ടല്ലോ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എല്ലാ വഴികളിലും ഞാനുണ്ട്, പോകുമ്പോൾ ഞാനുണ്ട്. ഓ സ്തോത്രം, വരുമ്പോൾ ഞാനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം വേദപുസ്തകത്തിനകത്ത്, ഓ സ്തോത്രം, ദാവീദ് എന്ന കഥാപാത്രത്തെ നമുക്ക് അറിഞ്ഞുകൂടാത്തവരാരുമില്ല. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് അപ്പൻ്റെ ഇളയ മകനാണ് ദാവീദ്. എന്നാൽ കിട്ടേണ്ട പരിഗണന, അപ്പൻ്റെ പരിഗണന, അമ്മയുടെ പരിഗണന അവന് കിട്ടിയില്ല. കാരണം സ്തോത്രം, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആ കളറല്ല ദാവീദിൻ്റെ കളറ്. ദാവീദിനെ പറഞ്ഞയച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, അവിടെ എല്ലാം കൂടെ നടന്ന ഒരു അപ്പനുണ്ട്. ഓ കൂടെ ഇരുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ മറന്നപ്പോഴും അമ്മ മറന്നപ്പോഴും ഒരു ദിവസം വീട്ടിനകത്ത് വലിയൊരു സത്യം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവം പ്രവാചകനാകുന്ന ശമൂവേലിനോട് പറഞ്ഞു, നീ ഇശായിയുടെ മകനെ ചെന്ന് അഭിഷേകം ചെയ്യണം. നീ പോകുമ്പോൾ ഞാൻ പറയാം ആരെ അഭിഷേകം. നീ പൊക്കം നോക്കരുത്, നീ വണ്ണം നോക്കരുത്, നീ ഭംഗി നോക്കരുത്, നീ കഴിവും മിടുക്കും നോക്കരുത്. നീ സ്തോത്രം ഓരോരുത്തരെയും വിളിക്കണം. ഞാൻ പറയുന്നവനെ മാത്രമേ നീ അഭിഷേകം ചെയ്യാവൂ. സ്തോത്രം ഇശായിയോട് പറഞ്ഞു. ഇശായി ഭയങ്കര വിരുന്നൊക്കെ ഒരുക്കി. സ്തോത്രം ഓരോ മക്കളെ ആയിട്ട് പറഞ്ഞു വിടുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് 16-ാം അധ്യായത്തിനകത്ത് ഓരോ മക്കളെ ആയിട്ട് ഹല്ലേലൂയ അപ്പൻ പറഞ്ഞയക്കും. സ്തോത്രം ശമൂവേൽ നോക്കുമ്പോൾ കൊള്ളാമല്ലോ, ആള് പൊക്കമുണ്ട്, വണ്ണമുണ്ട്, കാണാൻ കൊള്ളാം എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യാൻ, അഭിഷേക തൈലമെടുത്ത് ചരിക്കാൻ പോകുമ്പോൾ ദൈവം പറഞ്ഞ് ചരിക്കരുത്, ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ ഓരോ മക്കളായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ മക്കളും തീർന്നു. സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഇനി ഇശായിയെ, ഇനി നിനക്ക് മക്കളില്ലേ? സ്തോത്രം ഇശായി പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ എവിടെ കിടക്കയാ? കാട്ടിനകത്ത്. എടാ, നീ കാട്ടിനകത്താണെങ്കിലും നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നിന്നെ കാട്ടിൽ വിട്ടവൻ്റെ നടുവിൽ നിർത്തി സ്വർഗത്തിലെ അഭിഷേകത്തിൻ്റെ തൈലത്തെ ചരിക്കാൻ ആരെ തലയിൽ വീഴണമെന്നും ആരെ അഭിഷേകം ചെയ്യണമെന്നോ അറിയാമെന്നുള്ള എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിനറിയാം ആരെ തലയിൽ ചരിക്കണമെന്ന്. ഹല്ലേലൂയ. ഈശായോട് പറഞ്ഞു, നീ പോയി പെട്ടെന്ന് ആ ദാവീദിനെ കൊണ്ടുവന്നല്ല ഞാൻ ബന്ധിക്കിരിക്കത്തില്ല. നിന്റെ ഈ മക്കളെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഓരോ മക്കളെ അങ്ങ് മാറ്റിവിട്ടു. ദാവീദിനെ മാത്രം ദാവീദ് വന്നു. ദാവീദ് വരുമ്പോൾ ജീസസ് ഹല്ലേലൂയ, അവൻ വരുമ്പോൾ ദൈവം പറഞ്ഞു, മക്കളെ ഇവനാണ് എൻ്റെ പിള്ള, എൻ്റെ ഹൃദയമുള്ളവനോ. അവൻ അപ്പന് കാണാൻ പറ്റില്ല, അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, സഹോദരങ്ങൾക്ക് ഹൃദയം വായിക്കാനോ കാണാനോ പറ്റില്ല. എന്നാൽ വായിച്ചൊരു നാഥന്, കൂടെ നടന്നൊരു നാഥന്, കൂടെ കിടന്നൊരു നാഥന് നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ, ഓ വയലിലെ പുല്ലിനെ ചമയിക്കുന്ന ദൈവം, സ്തോത്രം പക്ഷികളെ പറവകളെ പുലർത്തുന്ന പോറ്റുന്ന ദൈവം, അതിന് അതത് സമയത്ത് കൊടുക്കേണ്ടതിന് കൊടുക്കുന്നൊരു ദൈവം. ഇന്ന് ഈ ശബ്ദ പരിധിക്കുള്ളിരിക്കുന്ന മക്കളെ, ഈ ഗ്രൗണ്ടിൽ കടന്നു വന്ന പൈതല്, നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. അപ്പൻ ഉപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിച്ചാലും വീട്ടുകാരും നാട്ടുകാരും ഒരുമിച്ച് ഇതിനെ തള്ളിവിട്ടാലും എൻ്റെ കർത്താവ് പറയൂ, ഹല്ലേലൂയ, കാക്കകളെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ലല്ലോ, അവയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നെങ്കിൽ നിങ്ങളെത്ര അല്പവിശ്വാസികളെ, നിങ്ങളെത്ര അധികം ആര് തടഞ്ഞാലും ദൈവം തുറന്നാൽ, ഓ സ്വത്രം, ദൈവം തുറന്നാൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം തുറന്നാൽ. വെളിപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, എൻ്റെ വിഷയം അതല്ല എങ്കിലും ഞാൻ പറയട്ടെ. വെളിപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, ഇപ്രകാരമാണ് ആ വാക്യം. ദൈവത്തിന് സ്വത്രം. ദാവീദിന്റെ താക്കോലുള്ള കർത്താവ് വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും
സ്വത്രം ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു. നീ എൻ്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അതിനാർക്കും അടയ്ക്കാൻ. കര അടിച്ചെന്നേറ്റെടുത്ത് എൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അയൽക്കാർ, ദേശം, ആരെല്ലാം മന്ത്രം ചെയ്താലും, ആരെല്ലാം പൂട്ടാൻ നോക്കിയാലും, ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും, ആരെല്ലാം നശിപ്പിക്കാൻ നോക്കിയാലും, ആരെല്ലാം തകർക്കാൻ നോക്കിയാലും പറ്റില്ല. കാരണം തുറന്നതാരാ? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇനി അടയ്ക്കാൻ ഈ സ്വർലോകത്തിലോ ഭൂലോകത്തിലോ അധോലോകത്തിലോ ആർക്ക് കഴിയത്തില്ല. നിനക്ക് വേണ്ടി വാതിൽ തുറന്നതാരാ? സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലെ മുഴങ്കാലുകളെ മടക്കുന്ന ഒറ്റ നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം. ആ യേശുവാണ് നിനക്ക് വാതിൽ തുറന്നതെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യസ്തമായ ഭാരത്തോടെയാണ് ഇരിക്കുന്നത്, വേദനയോടെയാണ് ഇരിക്കുന്നത്, ആദിയോടെ ഇരിക്കുന്നത്. പേടിക്കേണ്ട. പലരും വിചാരിക്കും നിന്നെ മുളയിലെ നുള്ളിക്കളയാന്നല്ലേ. ചിലർ ചിന്തിക്കും മുളയിൽ എന്ത് ചെയ്യാം, കിളുത്ത് വരട്ടെ. ചിലർ പറയത്തില്ലേ ഈ വൃക്ഷം ഇവിടെ നിന്നാൽ ശരിയത്തില്ല. സ്വത്രം വിരോധമുള്ളവരെന്ത് ചെയ്യും, ചൂടുവെള്ളം കൊണ്ട് അതിൻ്റെ മൂട്ടിൽ ആരും കാണാതെ ഒഴിക്കും, അത് പട്ടുപോകാൻ. അതുപോലെ ഒരല്പം വളർന്നത് കണ്ടാൽ ഏത് രീതിയിൽ വളർന്നാലും അതിന് കിളിർപ്പ് ഒടിക്കാൻ വേണ്ടി പലരും അസൂയാലുക്കളായി പദ്ധതി ഇടുമല്ലേ. അപ്പോൾ സ്വത്രം അവർ കാണാത്തൊരു കര നിൻ്റെ ബാക്കിലുണ്ട്. ആ കര ആരുടെ കര എന്നറിയാമോ? ആണി പഴുതേറ്റ കര, സകലത്തെ നിർമ്മിച്ച കര. ആമേൻ. നിലത്തെ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസ ഊതിയ ഒരു കരമുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു കരമുണ്ട്. ഈ കര നിന്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ആരൊടിക്കാൻ വന്നാലും അതൊടിയത്തില്ല. വൃക്ഷമായാൽ, യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ, വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ എന്ത് വരും? കിളുത്ത് വരും. പറഞ്ഞേ, വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആമേൻ. അതിനെ മൂട് താത്ത് വെട്ടിയാലും എന്ത് ചെയ്യും? കിളുത്ത് വരും. പറ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കിളുത്ത് വരും. പലരും എന്നെ വെട്ടി തകർത്തു, പക്ഷേ ഇല്ല. കിളുത്ത് പുറത്ത് വരും. ആമേൻ. ഇന്ന് രാത്രി അബ്രഹാമിനെ അനുഗ്രഹിച്ച, യാക്കോബിനെ അനുഗ്രഹിച്ച, അപ്പനും അമ്മയും കൂടെ പറഞ്ഞയച്ചു. ജ്യേഷ്ഠനെ പേടിച്ച് നാട് വിട്ട യാക്കോബ് ഒറ്റ കല്ല് തലയണ വയ്ക്കുമ്പോൾ സ്വത്രം ബഥേൽ ലൂസിൽ കിടന്ന് തലയണയെ ഒറ്റ കല്ലും വെച്ച് കയ്യിലൊരു വടിയും സ്വത്രം അല്പ എണ്ണ എണ്ണ ഉണ്ടെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാൻ പറയാം, എണ്ണ കല്ലിൽ പൂശാൻ എണ്ണ എടുത്ത് പൂശിയെന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്വത്രം. അപ്പോൾ അല്പ എണ്ണയും ഒരു വടിയുമായിട്ടാണ് പോയത്. അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹമെല്ലാം വാങ്ങി ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് പേടിച്ചാണ് ഓടുന്നത്. അവൻ്റെ കയ്യിലൊന്നുമില്ല. അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞു വിട്ട് പൊയ്ക്കോ, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടതിൻ്റെ ജ്യേഷ്ഠൻ നിന്നെ കൊന്നുകളയും, നീ അനുഗ്രഹം തട്ടിയെടുത്തതുകൊണ്ട് പറ്റിച്ചതുകൊണ്ടും നീ ഓടി രക്ഷപ്പെട്ടെന്നു പോവുകയാണ്. പക്ഷേ ഇവൻ കിടന്നുറങ്ങുമ്പോൾ, ഹല്ലേലൂയ, എവിടെ കിടന്നുറങ്ങുന്നു? ലൂസിൽ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൻ്റെ നടുവിൽ സ്വർഗം മുതൽ ഭൂമി വരെ ഉള്ളൊരു ഗോവയാണ്. ആരുടെ മുമ്പിൽ? അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും, അപ്പനും നീയേ, അമ്മയും നീയേ യേശുവേ, എല്ലാം നീയേ യേശുവേ. അപ്പനും നീയേ, അമ്മയും നീയേ യേശുപ്പാ, എല്ലാം നീയേ യേശുവേ. അങ്ങൻ സ്വന്തം യേശുവേ, അങ്ങൻ സ്വന്തം. നല്ലവൻ നീയേ, വല്ലഭൻ നീയേ യേശുപ്പാ, എല്ലാം നീയേ യേശുപ്പാ. നല്ലവൻ നീയേ, വല്ലഭൻ നീയേ യേശുപ്പാ, എല്ലാം നീയേ യേശുപ്പാ. യേശുവേ, അങ്ങൻ സ്വന്തം യേശുവേ, അങ്ങൻ സ്വന്തം. ഹല്ലേലൂയ.
അപ്പനില്ല, അമ്മയില്ല, സഹായിക്കാൻ ആരുമില്ല. ഒറ്റപടിയുമായിട്ട് തലേണ പോലും ഇല്ലാതെ കല്ലെടുത്ത് വെച്ച് കിടന്ന് ആ സ്വത്രം ലൂസിൽ കിടന്നുറങ്ങുമ്പോൾ ആ ലൂസിൻ്റെ നടുവിൽ നോക്കിയേ, സ്വർഗം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഗോവയാണ്. അതെങ്ങനെ? എൻ്റെ അപ്പനൊന്ന് നോക്കിയപ്പോൾ നോക്കിക്കേ, ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഉണ്ടാക്കുന്ന ഏണി തന്നെ എത്ര ദൂരം പൊക്കം കാണും. നമ്മൾ ഉണ്ടാക്കുന്ന ഏണി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആകാശം വരെ കണ്ണെത്താത്ത ദൂരം, അതിൻ്റെ എത്രയോ അകലെയാണ് സ്വർഗാദി സ്വർഗം. ആ സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവയാണ് സെക്കൻഡുകൾ കൊണ്ട് എവിടെ ഇറങ്ങി? ഓ ഹാലലിയ, ലൂസിലേക്ക് ഇറങ്ങി. മാത്രമല്ല ആ ഗോവയിൽ കൂടെ ദൂതന്മാർ കയറുകയും ചെയ്ത് തീർന്നില്ല. അതിൻ്റെ മുകളറ്റം നിന്നുകൊണ്ട് സൈന്യത്തിൻ്റെ അധിപതിയാകുന്ന യഹോവ വിളിച്ചു പറയുകയാണ്, ഓ സ്തോത്ര, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമാകുന്ന സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ യാക്കോബേ നിന്നോട് വിളിച്ചു പറയുന്നു, ഹാലലിയ, നീ കിടക്കുന്ന, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. നിനക്കും നിന്റെ സന്തതിക്കുമായി. ഒന്നുമില്ല കിടക്കുക, അയാൾക്ക് അറിയത്തില്ല ഇതെന്താന്ന്. നിനക്കും നിന്റെ സന്തതിക്കുമായി തരും. മാത്രമല്ല ഹാലലിയ, നീ ഒരു അനുഗ്രഹമാകും, നിന്റെ സന്താനം ഒരു അനുഗ്രഹമാകും, നീയും നിന്റെ മക്കളും അനേകർക്കൊരു ആശ്വാസമാകും. ഇന്ന് ഇതിനകത്ത് ലോകത്തിന് നിന്നെ വേണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ പൊന്നപ്പച്ചൻ നിന്നെ വേണം. എത്ര വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ശബ്ദം അനേകർക്കൊരു അനുഗ്രഹമാകാൻ പോകുകയാ. നിന്റെ സ്തോത്രം, നിന്റെ വാക്ക് അനേകർക്കൊരു വിടുതലാകാൻ പോകുകയാ. നിന്നിലൂടെ ദൈവവചനം അനേകർ കേൾക്കാൻ പോകുകയാ. നിന്നിലൂടെ കേൾക്കുന്ന വചനം അനേകരെ വാക്കുകൊണ്ട് താങ്ങി എഴുന്നേൽപ്പിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 50:4 പറയും പോലെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് എൻ്റെ അപ്പൻ നിന്റെ മേൽ അഭിഷേകം ചെയ്യുകയാണ്. അനേകരെ വാക്കുകൊണ്ട് താങ്ങാൻ. പൈതലെ, നിന്നെ ആർക്കും വേണ്ടെങ്കിലും അവിടെ ഗോവേണി ഇട്ട് തരുവാനും നീ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനും അധികാരമുള്ളൊരു യേശു ഈ ഒന്നാമത്തെ രാത്രികാലം ആ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവ് വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടക്കുകയും ചെയ്യുന്നവൻ, പ്രവൃത്തി അറിയുന്നവൻ, ഹൃദയം അറിയുന്നവൻ, ജീവിതം അറിയുന്നവൻ, ഉൾഭൂവുകളെ ഹൃദയങ്ങളെ ആരായുന്ന യേശു ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദേശത്ത് ഹല്ലേലൂയ ഭവനങ്ങളിൽ റോഡിൻ്റെ സൈഡിൽ എവിടെ ഇരുന്നായിരുന്നാലും ഈ വചനം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ അടുക്കൽ ഒരുവൻ നിൽപ്പുണ്ട്, അത് യേശു. നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നം മാറണോ? നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിയ രക്ഷ കിട്ടത്തില്ല. രക്ഷ കിട്ടണമെങ്കിൽ മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. വീട്ടിനകത്ത് സമാധാനം വരണമോ? അത് യേശു വരട്ടെ. വീട്ടിനകത്ത് സന്തോഷം വരണമോ? അത് യേശു വരട്ടെ. കുടുംബത്തിനകത്ത് മാറ്റം വരണമോ? അത് യേശു വന്നാലേ മാറൂ. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ആര് നമ്മുടെ വീട്ടിനകത്ത് വന്നാലും മാറ്റം വരൂല. യേശു വന്നാൽ മാറ്റം വരും. ഹല്ലേലൂയ. കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും യേശു ഉണ്ടെങ്കിൽ ഇവിടെ ദൈവ സാമ്രാജ്യത്തിനകത്താ. അമേ. കൊട്ടാരമാണെങ്കിലും യേശുവിലേക്ക് എന്ത് പ്രയോജനം? സ്വർണം കൊണ്ടുണ്ടാക്കിയ വീടാണെങ്കിലും ജീസസ്. എന്നാൽ കുടിലാണെങ്കിലും മാടമാണെങ്കിലും ഓലക്കീറ് മറച്ച വീടാണെങ്കിലും യേശു ഉണ്ടെങ്കിൽ കൊട്ടാരം തന്നെയാണ്. യേശു വസിക്കുന്ന വീടാ, രാജാവ് വസിക്കുന്ന വീടാ, അനുഗ്രഹിക്കപ്പെട്ട വീട്. ഇന്ന് ഇതിനകത്തുനിന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ സ്വത്രം നമ്മൾ യേശുവിനെ കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ ആര് വസിക്കണം? യേശു വസിക്കണം. യേശു ഹൃദയത്തിൽ വന്നാൽ മാറ്റം വരും. യേശു നമ്മുടെ മക്കളുടെ അകത്ത് വന്നാൽ മാറ്റം വരും. യേശു നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ അകത്ത് വന്നാൽ മാറ്റം വരും. യേശു നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ അന്തരീക്ഷം മാറും. യേശു നമ്മുടെ ദേശത്ത് വന്നാൽ അന്തരീക്ഷം മാറും. നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ കർത്താവ് കൂടെ ഉണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ഈ ദൈവം ഈ ദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. നീ വ്യത്യസ്തമായ വിഷയത്തോടെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഈ ഭാരത്തെ മാറ്റുന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 3 വാക്യം വായിക്കണം. ആദ്യം നമുക്ക് യോഹന്ന സുവിശേഷം 19:13 യോഹന്ന സുവിശേഷം 19:17 സ്തോത്രം. മർക്കോസ് 14:3 ആദ്യം വായിക്കേണ്ട വാക്യം. മർക്കോസ് സുവിശേഷം അതിൻ്റെ 14 ശ്രദ്ധിച്ചോളണം, സ്വീകരിച്ചോളണം, അംഗീകരിച്ചോളണം, മുട്ടുമടക്കിക്കൊള്ളണം. കളയല് ഒരു വാക്യം പോലും അങ്ങോട്ടുള്ള കളയല്. സ്തോത്രം. 14:32 വായിച്ചേ. 32. അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ 1 ഗത്സമന 2 യോഹന്നാൻ 19:13 വായിക്കുമ്പോൾ യോഹന്ന സുവിശേഷം 19:13 വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം. യോഹന്ന സുവിശേഷം 19:13
13 വാക്യം വായിക്കുമ്പോൾ ഒന്ന് ഗത്സമന. എന്താണ് ഗത്സമന എന്ന് നമ്മൾ അറിയണം. സ്തോത്രം. ഈ ഗത്സമന എന്ന വാക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് തിരിച്ചറിയണം. 2 യോഹന്നാൻ 19 അധ്യായം അതിൻ്റെ 13 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോഹന്നാൻ 19:13 വായിച്ചേ. ഗബഥ. രണ്ടാമത്തെ വാക്ക് ഗബഥ. ഒന്നാമത്തെ വാക്ക് എവിടെയാ? ഏതാ? ഗത്സമന. രണ്ടാമത്തെ വാക്ക് ഗബഥ. ദൈവത്തിന് സ്തോത്രം. ഗബഥ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയണം. എനിക്ക് നിങ്ങൾക്ക് ഗബഥ എന്താണ് തരുന്നത്? ആ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? 3 യോഹന്നാൻ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 17 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 19:17 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിണം എന്ന സ്ഥലത്തേക്ക് പോയി. താങ്കൾക്ക് ഗെത്സമനയിൽ നടന്ന വിടുതൽ അറിയാമോ? ഗബഥയിൽ നടന്ന വിടുതൽ അറിയാമോ? ഗോൽഗോഥായിൽ നടന്ന വിടുതൽ അറിയാമോ? ജീവിതം മടുത്തു, ഇനി എന്തിന് ജീവിക്കുന്നു? ആത്മഹത്യ തന്നെ പരിഹാരമെന്ന് താങ്കൾ ചിന്തിക്കുകയാണോ? സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഗെത്സമന എന്ന തോട്ടത്തിനകത്ത് താങ്കൾക്ക് വേണ്ടി എന്താ നടന്നതെന്ന് അറിയാമോ? താങ്കൾ ജനിക്കും മുമ്പ് സ്തോത്രം ഗബഥയിൽ നടന്ന എന്തെന്നറിയാമോ? ഗോൽഗോഥാവിൽ നടന്ന എന്തെന്നറിയാമോ? എന്നാൽ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഈ 3 സ്ഥലങ്ങളിൽ നടന്നു. ഇന്ന് രാത്രി ഈ വചനം നീ വിശ്വസിച്ചാൽ ഈ വചനം നിന്റെ അകത്തിറങ്ങും. ഈ വചനം അകത്തിറങ്ങിയാൽ അത്ഭുതം സംഭവിക്കും, അതിശയം സംഭവിക്കും, അടയാളം സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് അനേകര് വചനം കേൾക്കും, പക്ഷേ വചനം അകത്ത് തങ്ങി നിൽക്കത്തില്ല. അനേകർ കർത്താവിൻ്റെ അടുക്കലേക്ക് വരും, പക്ഷേ ആ വചനം കേട്ട് അംഗീകരിക്കാനോ മുട്ടുമടക്കാനോ കഴിയുന്നില്ല. സ്വത്രം. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 18 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ലൂക്കോസ് 18 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ഒരു പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പ്രമാണി വന്നു യേശുവിനോട് ചോദിച്ചു, ഗുരു, എൻ്റെ ജീവിതത്തിനകത്ത് കുറവെന്ത് എന്ന് ചോദിക്കുകയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ഒത്തിരി സ്നേഹിച്ചു, അവൻ്റെ കുറവുണർത്തിച്ചു. കുറവുണർത്തിയപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ആ കുറവ് വിട്ടുതിരിയാൻ മനസ്സില്ലാതെ അവൻ തിരികെ ദുഃഖത്തോടെ പോയി. എങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വചനം വന്ന് കേട്ടിട്ട് തിരികെ ദുഃഖത്തോടെ പോയി. ആ കുറവ് ഉണർത്തിയിട്ട് എന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ല. എന്നാൽ ലൂക്കോസ് 19 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അയാളുടെ പേരാണ് സക്കായി. ഹല്ലേലൂയ. യേശു വരുന്നു എന്നറിഞ്ഞ് സക്കായിക്ക് ഒരാഗ്രഹം, എന്നെ ആരും കാണല്ല, എനിക്ക് എൻ്റെ യേശുവിനെ. അപ്പോൾ 18 അധ്യായത്തിൽ ഒരുത്തൻ വന്നിട്ട് തിരിച്ചങ്ങ് ഒറ്റ ഓട്ടം ഓടി. കർത്താവ് കുറവ് ഉണർത്തി കൊടുത്തപ്പോൾ ആ കുറവ് തിരുത്താനോ മുട്ടുമടക്കാനോ അപ്പാ ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ ഒരുക്കമെന്ന് പറയാനോ മനസ്സില്ലാതെ ആ മനുഷ്യൻ തിരിച്ചുപോയി. പ്രമാണി തിരിച്ചുപോയി എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിലെ വാക്യം മാറിയോ? ഇല്ല. അത് അതുപോലെ ഉണ്ട്. അത് പ്രമാണിക്കേണ്ടവർ പ്രമാണിക്കും, അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ ഇട്ടിട്ട് പോയി. 18 അധ്യായത്തിൽ ഒരുത്തൻ ഇട്ടിട്ട് പോയപ്പോൾ 19 അധ്യായത്തിനകത്ത് സക്കായി എന്നൊരു മനുഷ്യൻ ദാഹിക്കുകയാണ്. ആരെ കാണാൻ? യേശുവിനെ കാണാൻ. എനിക്കെൻ്റെ യേശുവിനെ കാണണം. ഹല്ലേലൂയ. ഓ, പാട്ടുകാരൻ പാടി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ. ഓ സ്തോത്ര. സക്കായിക്ക് ആഗ്രഹം, എനിക്കെൻ്റെ യേശുപ്പനെ ഒന്ന് കാണണം. യേശുപ്പനെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ സക്കായി വരികയാണ്. വരുമ്പോൾ വലിയൊരു പുരുഷാരം, വലിയൊരു ജനക്കൂട്ടം, ഇഷ്ടംപോലെ ആൾക്കാർ. സ്തോത്രം. യേശുവിനെ കാണാൻ ഒരു നിർവാഹവുമില്ല. ജനക്കൂട്ടം നിമിത്തം, പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് സക്കായി എന്തെന്നറിയാമോ? നേരെ പോയി സ്തോത്ര ഹല്ലേലൂയ കാട്ടത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും?
യേശുവിനെ കണ്ടിട്ടേ പോവുള്ളൂ. ഹല്ലേലൂയ. കാട്ടത്തിയുടെ മുകളിൽ കയറി ഇലയുടെ മറവിൽ സക്കായി ഒളിച്ചങ്ങനെ ഇരുന്നു. എങ്ങനെ ഇരുന്നു? ഒളിച്ച് മറഞ്ഞ് സക്കായി മറഞ്ഞങ്ങനെ ഇരുന്നു. എന്നാൽ അതുവഴി സ്വത്രം വന്ന യേശു അവൻ മറഞ്ഞപ്പോഴേ ദൈവം അവനെ കണ്ടു. അങ്ങനെ അവൻ മറഞ്ഞപ്പോഴേ ദൈവം അവനെ കണ്ടു. സക്കായി കണ്ട യേശു സക്കായി ഇരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്വത്രം, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. സക്കായിയെ മുകളിലേക്ക് നോക്കിയിട്ട് മക്കളെ, സ്വത്രം, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു കർത്താവ് ഇന്ന് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഒരു കൂട്ടം പേർ ദൈവവചനം കേട്ട് തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പോൾ ഒരു കൂട്ടം പേർ എൻ്റെ അപ്പനെ പ്രാപിക്കുന്നവരാണ്, അപ്പനെ കൊണ്ടേ പോകുമെന്ന് പറയുന്നവരാണ്, അപ്പനില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയുന്നവരാണ്. ഒരു കൂട്ടം പേർ വചനം കേട്ട് മുട്ടുമടക്കി 30, 60, 100 മേനി ഫലം കൊടുക്കാൻ നിലങ്ങളെ ഉഴുത്, ഹൃദയത്തെ ഉഴുത്, പാപമംഗലമായ ചെളികളെ കഴുകി നല്ല നിലമാക്കി കിട്ടുന്ന വചനം അകത്ത് വീണ് അത് ക്ഷമയോടെ ഫലം കൊടുക്കാൻ, അത് കിളിർക്കാൻ വിട്ടുകൊടുത്ത് മുട്ടുമടക്കി ആ വചനം സ്വീകരിച്ചു പോകുമ്പോൾ ചിലർ അപ്പോൾ തന്നെ അതിനെ പറിച്ചെറിഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്യും? പോകും. സക്കായി ചാടി ഇറങ്ങി. വളരെ സന്തോഷമായി. അയാൾ മുള്ളു നോക്കിയില്ല, പ്രശ്നം നോക്കിയില്ല, പ്രതിസന്ധി നോക്കിയില്ല. സ്വത്ര സക്കായി ചാടി ഇറങ്ങി വന്നു. യേശു സക്കായി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. എങ്ങനെ? യേശു കൂടെ നടക്കുകയാണ്. ആരുടെ കൂടെ? സ്വത്ര സക്കായിയുടെ കൂടെ. അപ്പോൾ ഉണ്ട് ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടം പറയുന്നു, ഈ കള്ളൻ്റെ കൂടെ ആര് നടക്കേ? കള്ളൻ്റെ കൂടെ വെട്ടിപ്പും തട്ടിപ്പും തീവട്ടി കള്ളൻ്റെ കൂടെ ഇതാര് നടക്കുന്നു? യേശു നടക്കുന്നു. ഇത്രയ്ക്ക് അറിഞ്ഞുകൂടെ യേശുവിന് ഇവൻ ആരെന്ന്? ഇവൻ്റെ കൂടെ നടക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശു നടന്ന് പോവുകയാണ്. ഇവരെല്ലാം പലതും ചിന്തിച്ച് വരികയാണ്. കൂടെ വരുന്നവരെല്ലാം ഈ കള്ളൻ്റെ കൂടെ, കള്ളൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ യേശു സക്കായിയും കൂടെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ സ്തോത്രം, കുറേ ദൂരം അങ്ങ് എത്തിയപ്പോൾ സക്കായി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, ഗുരു, ഞാൻ വല്ലതും കളവായി വാങ്ങിയിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടാണോ? പറഞ്ഞല്ല. കൂടെ നടന്ന പാപം വെളിപ്പെടും, കുറവ് വെളിപ്പെടും, നമ്മുടെ തെറ്റ് വെളിപ്പെടും. അപ്പൻ്റെ കൂടെ ഒരു പൈതൽ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മുടെ പാവങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ അശുദ്ധ ജീവിതം, നമ്മുടെ അശുദ്ധ ചിന്തകൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. സക്കായി കൂടെ നടന്നു. വീടെത്താറായി. ഇതുപോലെ മുറ്റം വരെ എത്തി, വാതിൽ പടി വരെ എത്തി. ഇവിടെ വന്നപ്പോൾ സക്കായി പറഞ്ഞു, കർത്താവേ, എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? 4 മടങ്ങ് പറ്റിച്ചതും വെട്ടിച്ചതും തട്ടിച്ചതും എല്ലാം ബാക്കി സാധുക്കൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞതും കർത്താവ് കാല് ചവിട്ടിയതും കർത്താവ് എന്ത് ചെയ്തു? അങ്ങോട്ട് കാലെടുത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ ഏത് വീടിന്? കാലെടുത്ത് എൻ്റെ അപ്പ ചവിട്ടിയിട്ട് പറഞ്ഞു, ഈ വീടിന് ഒരുത്തൻ തള്ളിക്കളയുമ്പോൾ മറ്റൊരുത്തൻ ലോകം പാവിയെന്ന് മുദ്ര കുത്തിയവൻ്റെ വീട്ടിനകത്ത് എൻ്റെ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 2 കൂട്ടർ ആരുടെ കൂട്ടരാണ്? സക്കായി പോലെ കിട്ടുന്ന വചനത്തെ സ്വീകരിച്ച്, അപ്പാ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരമടിച്ച്, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ്റെ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ്റെ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്,
യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. ഓ യേശു മതിയായവൻ. കാക്കയെ അയച്ച് കരങ്ങൾ അടിച്ചു പാടിക്കേ. ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു നമ്മുടെ നടുവിൽ, നിങ്ങളുടെ കസേരയ്ക്ക് അടുക്കൽ യേശു. ഓ ആ ദൂതന്മാരുടെ നടുവിൽ രാജാവ്. ജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സക്കായി വിടുവിക്കപ്പെടുകയും ചെയ്തു, രക്ഷ പ്രാപിക്കുകയും ചെയ്തു. കൂടെ വന്നവർ പരിഹസിച്ചവർ അയ്യേന്നായിപ്പോയി. കാരണം ഇവൻ അബ്രഹാം, ആരാ സാക്ഷ്യപ്പെടുത്തിയേ? അറ്റസ്റ്റ് ചെയ്ത ഒരുവനുണ്ട്. ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു അറ്റസ്റ്റ് ചെയ്തു, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് ആരും അംഗീകരിക്കാത്ത വീട്, ആരും സ്തോത്രം മാനിക്കാത്ത വീട്, ആരും സ്നേഹിക്കാത്ത സക്കായി, എല്ലാവരും ചുങ്കക്കാരനെന്നും പാവിയെന്നും മുദ്ര കുത്തിയവൻ. എൻ്റെ അപ്പൻ ആ മുദ്രയെ പൊളിച്ചിട്ട് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകൻ. നിന്നെ ലോകം മുദ്ര കുത്തിയെങ്കിലും ശരി, യേശുപ്പൻ്റെ പിള്ളയായി മാറുമ്പോൾ പിശാചിൻ്റെ മുദ്രകൾ, മനുഷ്യൻ്റെ മുദ്രകളെ പൊട്ടിച്ചിട്ട് എൻ്റെ അപ്പൻ്റെ മുദ്രയിടും. ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ കാണാതെ പോയ ചിലതിനെ രക്ഷിക്കുക, ചില കപടത ഉള്ളതിനെ രക്ഷിക്കുക, ചില പാവികളെ രക്ഷിക്കുക, ചില മദ്യപാനികളെ രക്ഷിക്കുക. ഓ ആരുടെ കയ്യിൽ ഒതുങ്ങാത്ത ചില ഒതുങ്ങാ പുള്ളികളെ പിടിക്കാൻ ഒരു കരം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അത് യേശുവിൻ്റെ കരമാണ്. കെട്ടുകളെ പൊട്ടിക്കാൻ, ബന്ധനങ്ങൾ ഉടയ്ക്കാൻ, ചങ്ങലകൾ അഴിക്കാൻ, സാത്താന്റെ പ്രവർത്തികൾ അഴിക്കാൻ, ഇരുട്ടിന്റെ തേർവാഴ്ചകളെ ഉടയ്ക്കാൻ ഒരു കരം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആ കരം യേശു അപ്പന്റെ കരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരാൾ വന്നു കർത്താവിനെ വിട്ടങ്ങ് മാറിപ്പോയി, മറ്റേ ആൾ വന്നു കർത്താവിനെ വിട്ടു മാറിയെന്നല്ല, അവൻ വിട്ടുമാറിയേയില്ല, പറ്റി നടന്നു. എങ്ങനെ? പറ്റി നടന്നു. പറ്റി നടക്കുന്നവൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. കാലേബ് പറ്റി നടന്നു, കാലേബിന് ദൈവം ചെയ്തു, അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കാലേബ് പറ്റി നടന്നു, കാലേബിനെ അനുഗ്രഹിച്ചു. 40ന്റെ മിടുക്ക് 80 കഴിഞ്ഞിട്ട് മാറിയില്ല. കാലേബ് പറ്റി നടന്നു, കാലേബിന് ദൈവം ചെയ്തു, അനുഗ്രഹിച്ചു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു. നമുക്ക് എടുക്കാമോ, വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. 3 വാക്ക് ഞാൻ പറഞ്ഞു. സ്തോത്രം. എവിടെയാ? ഗദശമന, പിന്നെ ഗബധ, ഗോൽഗഥ. ഇതാണ് എനിക്ക് പറയേണ്ടത്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ, വായിച്ചേ മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിച്ചേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? വീണ്ടും എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 2, 3, 4 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ, ഇത്രയും വലിയൊരു രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? വായിച്ച് എബ്രായർ 2:2, 3, 4 വായിച്ച്. ദൂതന്മാർ
മുഖാന്തരം ആ. അരുളി ചെയ്ത വചനം ആ. സ്ഥിരീകരിക്കുകയും ആ. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് ഞാൻ പറഞ്ഞു തുടങ്ങിയതും ആ. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഒന്നാമത് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ലൂക്കോസ് 12:15 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വാക്യം കൂടെ വായിക്കണം. എബ്രായർ 2:2 മുതൽ അങ്ങോട്ട് വായിച്ചു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഈ ലോകത്ത് പലരും സഞ്ചരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്, പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. സ്വത്രം വലിയ ഇതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വത്രം രക്ഷ പ്രാപിച്ചിട്ടില്ല. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് അനേകർ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി രാത്രിയെന്നില്ല പകലെന്നില്ല കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോഴല്ലോ ആ അപ്പനും അമ്മയ്ക്കും ചിലപ്പോൾ ഒരു മുറിയും ഒരു ബാത്റൂമും കിട്ടും. അത് കഴിഞ്ഞ് അതും സ്വത്രം 5 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഈ അമ്മയപ്പനും തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ആധാർ അവിടെ ഒപ്പിട്ട് എല്ലാം വാങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയും ഇപ്പോൾ പോണില്ലേ എന്ന് ചോദിക്കും. ഇതാണ് ലോകം. നിങ്ങൾ ചിന്തിച്ചേ, ഇവിടെ എല്ലാം നേടി, പക്ഷെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ മുഴുവനും നേടി, പക്ഷെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇന്ന് എല്ലാം നേടാനുള്ള ഓട്ടത്തിലാണ്. ഇങ്ങനെ എല്ലാം നേടാനുള്ള ഓട്ടത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് പേർ ആരാധിക്കുന്നെങ്കിലും യേശുവിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ മതി യേശുവിനെ. ചിലർക്ക് അപ്പ നുറുക്ക് കിട്ടുമ്പോൾ മതി, തൃപ്തിയായി. സ്വർഗത്തിൽ കാണുന്നട്ടാ ഇല്ല, അപ്പ നുറുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തൂല. ഹല്ലേലൂയ. അപ്പ നുറുക്ക് നമുക്ക് ആവശ്യമാണ്, നന്മ ആവശ്യമാണ്. പക്ഷെ അതെല്ലാം ഇവിടെ എല്ലാം തീരാത്തൊരു നിത്യതയുണ്ട്. ഇത്ര വലിയ രക്ഷയെ സർവ്വലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടം ആക്കിയാൽ അവൻ എല്ലാം വെട്ടിപ്പിടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്തോ കൂട്ടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ യേശുപ്പനകത്ത് വന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലതെല്ലാം 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നുണ്ട്. 41 ദിവസം പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം പ്രാർത്ഥിച്ച് വാങ്ങണം, ശരിയാണ്. പക്ഷെ നിത്യത നഷ്ടമാകരുത്. ഹല്ലേലൂയ, ആമേൻ. മറിയയും മാർത്തയും യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയായിരുന്നു. രണ്ടുപേരും മറിയയും മാർത്തയും മാർത്ത പല വിചാരങ്ങളും കൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മറിയ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുകയായിരുന്നു. സ്വത്രം. മാർത്ത ഓടി വന്ന് പറഞ്ഞു, ഗുരു, അങ്ങേക്ക് എന്ത് തോന്നുന്നു? കണ്ടില്ലേ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് സഹോദരി എന്നെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയല്ലേ, ഞാൻ ഈ സ്വത്രം ഭാരം കൊണ്ട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകയാണ്, അവളെന്നെ സഹായിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഒരു വരിയുണ്ട്. സ്വത്രം. മാർത്തയെ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളിൽ നിന്ന് എന്ത് ചെയ്തില്ല, അപകരിക്കത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആർക്കും അപകരിക്കാൻ പറ്റാത്ത യേശുവിനെ പ്രാപിച്ച് എത്ര പേരിനകത്തുണ്ട്? ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ, ഈ ലോകത്തിലുള്ള മനുഷ്യനോ മരണം കൊണ്ടോ ലോകത്തിലെ വ്യക്തികൾക്കോ ആർക്കും അപകരിക്കാത്ത ഒരു നിക്ഷേപം, ആ സ്വർഗത്തിൽ കൂട്ടിവെച്ച നിക്ഷേപം പ്രാപിച്ച എത്ര പേരുണ്ട്? ആ നിക്ഷേപമാകുന്ന യേശുവിനെ പ്രാപിച്ച എത്ര പേരുണ്ട്? സ്വത്ര. യേശുവിൻ്റെ കയ്യിലുള്ളത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ യേശുവിനെ കിട്ടിയ കയ്യിലുള്ളതെല്ലാം ആരുടേതാ? 4 കൂട്ടർ അലക്സാണ്ടർ ചക്രവർത്തിയോട് സംസാരിക്കുമ്പോൾ 3 കൂട്ടർ അയാൾക്കുള്ള സമ്പത്തും കാര്യങ്ങളും ആയുധ ബലവും മിടുക്കും അവരൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ ഒരാൾ പറഞ്ഞു, ഇവരെ ആരെ എനിക്ക്, പിന്നെ ആരെ മതി? ചക്രവർത്തിനെ മതി. ചക്രവർത്തി കിട്ടിയ ബാക്കിയല്ല ആരുടേതാ? നിങ്ങൾക്ക് എത്ര ചക്രവർത്തി കിട്ടിയ ബാക്കിയെല്ലാം അയാളുടേതല്ലേ? സ്വന്തം. നിങ്ങൾ ചിന്തിക്കും, യേശുപ്പൻ എനിക്ക് കിട്ടിയാൽ യേശുവിലുള്ള ഈ എല്ലാം ആർക്കുള്ളതാ? ആമേൻ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉമ്മയ എന്നെ കൈവിടല്ലേ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉമ്മയ എന്നെ കൈവിടല്ലേ. വെറും കൈയാൽ ഞാൻ
கடந்து வந்தேன் இரு பரிவாரங்கள் எனக்கு தந்தேன் வெறுங்கையால் நான் கடந்து வந்தேன் இரு பரிவாரங்கள் எனக்கு தந்தேன் எல்லோகிம் எல்லோகிம் எல்லோகி உம்மை துதிப்பேன் எல்லோகிம் எல்லோகிம் എല്ലോഹി ഉമ്മൈ തൂതിപ്പേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എൻ്റെ യേശുവിനെ കിട്ടിയ ബാക്കി എല്ലാവരുടെ സ്വന്തമാണ്, നമ്മുടേതാണ്. ഞാൻ ചോദിക്കട്ടെ, 10, 20, 25, 30, 40 വർഷങ്ങൾ കൊണ്ട് പള്ളി പോകുന്നുണ്ട്. യേശുവിനെ കിട്ടി എത്ര പേരുണ്ട്? യേശുവിനെ പ്രാപിച്ചവർ എത്ര പേരുണ്ട്? യേശുവിനെ സ്വന്തമാക്കിയവർ എത്ര പേരുണ്ട്? അപ്പനെ ഞാൻ വിടൂല, ഞാൻ അപ്പൻ്റെ കൂടെ നടക്കൂ, ഞാൻ അപ്പനിലൊരു പറ്റിയെ ജീവിക്കുള്ളൂ. ഞാൻ എൻ്റെ യേശുവിലും യേശു എന്നിലും. യേശുവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും. ഓ ജീസസ്, ഹല്ലേലൂയ. ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ ജീവിക്കുന്നത്. ഞാൻ പറയാം, നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ നന്മകളും ആവശ്യമാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാ നന്മകളും ദൈവം തരട്ടെ. ഭൗതികമാകുന്ന സകല നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിലുള്ള സകല കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം സന്തോഷിക്കുന്നത് എങ്ങനെ എപ്പോഴെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഒന്നും എൻ്റെ അപ്പൻ നമുക്ക് കിട്ടിയത് കണ്ടാൽ ദൈവം സന്തോഷിക്കത്തില്ല. ദൈവം സന്തോഷിക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഒരു പാപി യേശുവിനെ ഉള്ളത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ സ്വർഗം എഴുന്നേൽക്കും. സ്വർഗം എഴുന്നേൽക്കും. സ്വർഗം എഴുന്നേൽക്കും. പാപ ജീവിതം വെറുത്ത് ഒരു വിശുദ്ധ മകനായി, ഒരു വിശുദ്ധ മകളായി യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം ചലിക്കും. ദൂതന്മാർ ചലിക്കും. എൻ്റെ അപ്പൻ ചലിക്കും. ഹല്ലേലൂയ. അങ്ങനെ നടക്കുന്ന ഒരു പൈതലിന് വേണ്ടുന്നതെല്ലാം അതത് സമയം മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നീയും കിട്ടും. ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധിയുമുള്ള സന്തോഷവും അത്രേ. ദൈവരാജ്യത്തിനകത്ത് വസിക്കുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എൻ്റെ അപ്പനെ പ്രാപിച്ച എത്ര പേരുണ്ട്? ചങ്കത്ത് കൈവച്ച് എത്ര പേർക്ക് പറയാം, കർത്താവേ എനിക്ക് എന്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, കിട്ടുന്നതെല്ലാം ഞാൻ സ്തോത്രത്തോടെ വാങ്ങും. പക്ഷേ അതെല്ലാം ഞാൻ മുറുകെ പിടിക്കത്തില്ല. പിടിക്കുന്നത് എൻ്റെ അപ്പനായിരിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പിടിച്ചെന്നല്ല, കിട്ടിയെന്നല്ല, ലഭിച്ചെന്നല്ല, എനിക്കും പിടിക്കാമോ എന്ന് വെച്ച്, എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് തുടരുന്നതേ ഉള്ളൂ. ആമേൻ. അപ്പോസ്തലൻ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതെല്ലാം മറക്കുന്നു, മുന്നിലുള്ളത് ആഞ്ഞ് പരമവിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ക്രിസ്തു യേശുവിനെ പ്രാപിച്ച മക്കൾക്ക് പേടിക്കാനേ ഇല്ല. അവർ കാറ്റ് വന്നാലും പേടിക്കത്തില്ല, പ്രതികൂലം വന്നാലും പേടിക്കത്തില്ല, പ്രശ്നം വന്നാലും പേടിക്കത്തില്ല, പ്രതിസന്ധി വന്നാലും പേടിക്കത്തില്ല, കടൽ തിര ഇളകി മറിഞ്ഞു വന്നാലും പറയും, എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ യേശുവിലും യേശു എന്നിലുമാണ്. എന്നെ തകർക്കാൻ സ്വത്ര ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളത് ഒരു ശക്തിക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 28 മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപിടിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപിരിക്കാൻ പറ്റത്തില്ല. ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും നമ്മെ വേർപിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സകല നാമത്തിനും മേലായ നാമമുള്ള ഒരുവരേ ഉള്ളൂ, അതത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി ആ കർത്താവ് പറയുന്ന, മക്കളെ, ആ യേശുവിനെ നീ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ബാക്കി എന്ത് പ്രാപിച്ചാലും നല്ലതാണ്, നല്ലതാണ്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം പറയും, കൊള്ളാം 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 കൊള്ളാം, ഗുഡ് 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 ഇടും. പക്ഷെ എൻ്റെ ദൈവം അവിടെ ഗുഡ് ഇടത്തില്ല. ഹല്ലേലൂയ. ദൈവം നോക്കുകയില്ല, പക്ഷെ അപ്പനുള്ളതിനെ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒരു വിശുദ്ധ പൈതലുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഒരു വിശുദ്ധ പൈതലുണ്ടോ? ആമേൻ. കർത്താവിനെ
പ്രാർത്ഥനയായി നിൽക്കുന്ന പൈതലുണ്ടോ? കൃപയോടെ ജീവിക്കുന്ന പൈതലുണ്ടോ? ഓ, ജീവിച്ചാൽ ഞാൻ യേശുവിനായി, മരിച്ചാൽ യേശുവിനായി. ഓ സ്തോത്രം. നെബൂഖദ്നേസർ രാജാവേ, നെബൂഖദ്നേസറേ, ഓ സ്തോത്രം. ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും, ദാനിയേൽ 3:17, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം. വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഓ സ്തോത്രം, എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിൽ നകലുന്ന പരിപാടിയില്ല. ഇത് പറയുന്ന ആര് മാത്രമേ പറയൂ? യേശുവിനെ പ്രാപിച്ച വ്യക്തികളുടെ വായിൽ നിന്നേ വരൂ. അവർ ഏതിൻ്റെ നടുവിലൂടെ പോകുമ്പോഴും അവർക്ക് ഭയമില്ല. കാരണം എന്താ? ഹാലലൂയ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ഓ, അത് പിന്മാറുകയില്ല, വീഴുകയില്ല. സ്തോത്രം. ഹാലലൂയ. കർത്താവിനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൻ്റെ അത്ഭുതങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൻ ചെയ്യുന്നത് കണ്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എബ്രായർ 2 വായിച്ചു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? വീണ്ടും നമുക്ക് വായിക്കണം. ലൂക്കോസ് 12:15 മുതൽ വായിക്കണം. മത്തായി 16:26 പറയുമ്പോൾ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മുഴുവനും ഓടി ചാടി വെട്ടിപ്പിടിച്ചും തട്ടിച്ചും വെട്ടിച്ചും അതിര് തോണ്ടിയും ആ സ്വത്രം എങ്ങനെ ചെയ്തെങ്കിലൊക്കെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സ്വത്രം, ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ ഇതാരനുഭവിക്കും? ഹല്ലേലൂയ. ഇതാരനുഭവിക്കും? ദൈവത്തിന് സ്വത്രം. ഇതാരനുഭവിക്കും? ആമേ. ആ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എത്ര തലമുറയ്ക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് കഴിഞ്ഞ നാളെ യേശു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു മുടക്കം വരും? നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഹല്ലേലൂയ. 2 കൂട്ടർ വന്നു. ഒന്ന്, ഒരു മനുഷ്യൻ വന്നു, സ്വത്ത് പ്രമാണി വന്നു. യേശു കുറവ് വെളിപ്പെടുത്തി. കുറവ് കണ്ടിട്ടും കേൾക്കാത്തവനെ പോലെ ലൂക്കോസ് 18 തിരിച്ചുപോയി. എന്നാൽ ലൂക്കോസ് 19 ഒരുത്തൻ വന്നു. സ്വത്രം. അപ്പൻ പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരുത്തൻ തള്ളിക്കളഞ്ഞിട്ട് പോയി, ഒരുത്തൻ അപ്പനെ ചേർത്തു. അവനും അപ്പനും ഒരുമിച്ച് വാസം ചെയ്തു. ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ, ഈ ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യശ്രോതാവേ, താങ്കൾ ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലുള്ള ആളാണ്? അപ്പനോട് കൂടെ പറ്റി നടക്കുന്ന ആളാണോ? സ്വത്രം. അനേകർ ദൈവവചനം കേൾക്കുന്നു, പക്ഷെ അനേകരുടെ അകത്തും വചനമില്ല, യേശു അകത്തില്ല. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അവർ പിന്മാറി അങ്ങ് പോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. ഒരു യേശുവിനെ കിട്ടിയ ഒരു പൈതലിന് പിന്മാറാൻ കഴിയത്തില്ല. യേശുവിനെ കിട്ടിയ പൈതൽ ഉറപ്പായിട്ടും അന്ത്യം വരെ ആ ക്രിസ്തുവിൻ്റെ മാറിൽ ചാരി ജീവിക്കും. അവരെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ക്രിസ്തുവിനെ പ്രാപിച്ച മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിനെ പ്രാപിച്ചില്ലെങ്കിൽ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയിട്ടും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പേര് കിട്ടി, പ്രശസ്തി കിട്ടി, അറിവും ജ്ഞാനവും പക്വതയും പഠിത്തവും എല്ലാം ഉണ്ട്, പക്ഷേ യേശുവിനെ കിട്ടിയില്ല. എന്ത് പ്രയോജനം? മത്തായി ലൂക്കോസിന് സുവിശേഷം 12:15 മുതൽ ടക്കനെ ഒന്ന് വായിച്ചേ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അടുത്ത്, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനെ ആധാരമാക്കിയിരിക്കുന്നത്. അടുത്ത വരി. ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. കണ്ടോ, ഇങ്ങനെയുള്ള ഒരാളിന് ദേശത്തിൽ എന്തുണ്ട്? പറ. അയലോക്കത്തുള്ള ആൾക്കാരെന്ത് പറയും? ഓ, ഭയങ്കര സമ്പത്ത് തന്നെ അല്ലേ? അവർ കാണുമ്പോൾ തന്നെ എണീറ്റ് നിന്ന്
ഓ സ്വത്രം, എന്തൊരു ബഹുമാനം! ഒരിക്കൽ എവിടെ പോയാലും ബഹുമാനം കിട്ടും. പക്ഷെ ദൈവം കൊടുക്കുന്ന ബഹുമാനം താഴെയുണ്ട്. വായിച്ചേ. ആ സ്വത്രം വായിച്ചേ. ദൈവമോ അവനോട് അവനെ വിളിച്ച പേരെന്തോന്നാ? മറ്റൊരു വിളിച്ചതോ? സാർ പഠിത്തമില്ലെങ്കിലും പൈസയുടെ വലിപ്പം കണ്ടിട്ട് സാർ ചാടി എഴുന്നിട്ട് മുണ്ടൊക്കെ താത്തിട്ട് എങ്ങനെയൊക്കെ ചക്രമൊക്കെ കുറച്ച് ഉണ്ടാക്കി. പഠിപ്പൊന്നും ഉണ്ടായിട്ടല്ല, ഇവിടെ കൂടെയൊക്കെ എങ്ങനെയൊക്കെ വെട്ടിയും തട്ടിയൊക്കെ ഫ്ലൈഡ് ചെയ്ത് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്താക്ക, പട്ടി കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റാത്താർക്ക, എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഇപ്പോൾ ആള് മിടുക്കനായി. ആ നാട്ടുകാരും ദേശത്തിലുള്ള മനുഷ്യനെല്ലാം കാണുമ്പോഴേ ചാടി എഴുന്നേറ്റ് എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര ബഹുമാനവും മുണ്ടൊക്കെ അഴിച്ച് താത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ നിൽക്കും. പ്രതിയുമായി വന്നു. എത്രയോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറഞ്ഞു. എത്രയോ കൺവെൻഷനുകളിൽ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തന്നതിനായി ഞാൻ സ്തുതിക്കുന്നു. പക്ഷേ ഇവിടം വിട്ടു പോകുമ്പോൾ നിത്യത ഉറപ്പാക്കി എത്ര പേരുണ്ട്? ക്രിസ്തു യേശു അകത്ത് വന്ന് എത്ര പേരുണ്ട്? അവരെ കണ്ടാൽ അറിയാം, അവരെ നടപ്പ് കണ്ടാൽ അറിയാം, അവരെ സംസാരം കേട്ടാൽ അറിയാം, അവരെ ഹൃദയത്തിനകത്ത് നോക്ക്. ഓ സ്വത്ര, ഹൃദയത്തിനകത്ത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അവരുടെ ജീവിതം എങ്ങനെയെന്ന് അറിയാൻ പറ്റും. അവരെങ്ങനെയാണ് അപ്പൻ്റെ കൂടെ നടക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ മാറ്റം വരുന്നതാണ് യേശു വന്നാലുള്ള മാറ്റം. ഹല്ലേലൂയ! ആൾക്കാരെ കാണിക്കുന്ന മാറ്റമല്ല, ആൾക്കാരുള്ളപ്പോഴും ആൾക്കാരില്ലാത്തപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിന്റെ ഏറ്റവും ഈസഡ് മേഖലയ്ക്കകത്ത് യേശുവിനെ കൂടാതെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരാളായി താങ്കൾ മാറിയിട്ടുണ്ടോ എന്നാ ഞാൻ പറയാം. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആൾ താങ്കളാണ്. ഏറ്റവും ഭാഗ്യവാനും താങ്കളാണ്. സ്വർഗം അംഗീകരിക്കുന്നതും താങ്കളെയാണ്. ഹല്ലേലൂയ! സ്നേഹിക്കുന്നതും താങ്കളെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ല എങ്കിൽ എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ഇന്ന് കർത്താവ് വന്നാലും ഞാൻ അപ്പൻ്റെ അടുത്ത് കാണും, അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചനെ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിനകത്ത് സ്വഭാവത്തിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ ആളെ അല്ല ഇപ്പോൾ. എൻ്റെ ദൈവം എന്നെ തൊട്ടപ്പോൾ ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും, നീ പള്ളിയിൽ പോയി എന്ത് കിട്ടി? നമ്മളൊക്കെ പറയുന്നത് എന്തെന്നറിയാമോ? ഞാൻ സ്തോത്രം, കഴിഞ്ഞ ദിവസം എനിക്ക് 1 സെൻറ്റ് വസ്തുവില്ലായിരുന്നു, എനിക്ക് ദൈവം വസ്തു തന്നു. സത്യമാണ്, സ്തോത്രം. അത് തന്നു. അടുത്ത് വീട് തന്നു പറയും, അടുത്ത് കാർ തന്നു പറയും, അടുത്ത് ഇന്നതെല്ലാം തന്നു. നല്ലതാ യേശുപ്പം തന്നതാ, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, അതെല്ലാം ഇവിടെ തീരത്തില്ലേ? അങ്ങോട്ടത്തേക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. സ്വഭാവത്തിനകത്ത് വല്ല മാറ്റം വന്നോ? ഇല്ല. ഹല്ലേലൂയ. പണ്ടത്തെ സ്വഭാവം ഇന്നും അതുപോലെ ഉണ്ട്. പണ്ടുള്ള എന്തെല്ലാം വിരോധമുണ്ടോ അതെല്ലാം ഇന്നും ഉണ്ട്. പണ്ടുള്ള എന്തെല്ലാം പകയുണ്ടോ അതെല്ലാം ഇന്നും ഉണ്ട്. പണ്ടുള്ള എന്തെല്ലാം കള്ളത്തര ഇന്നും ഉണ്ടോ അന്നുണ്ടോ ഇന്നും അത് തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ യേശുവിൽ നിന്ന് പ്രാപിച്ചു. പക്ഷേ യേശുവാകുന്ന വിശുദ്ധനെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും, ഞാൻ സൽഗുണപൂർണനാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. വിളി വലുത്, തെരഞ്ഞെടുപ്പ് വലുത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റി ഒഴിയും? ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? ആ യേശുവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നത്തെ രാത്രി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഏത് റോഡിൻ്റെ കവലയിൽ നിന്നാലും, ഓ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വളഞ്ഞ വഴിയിലൂടെ ഒന്നും കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു എന്ന വഴി. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ വാതിൽ. ഹല്ലേലൂയ. യേശുവാകുന്ന വാതിലൂടെ കടക്കുന്നവന് മാത്രമേ ആ രാജ്യത്തിൽ എത്താൻ പറ്റൂ. ഇന്ന് രാത്രി യേശു പറയുന്നു, ഈ വഴി വളരെ വിശാലമാണ്, ഈ വഴി വളരെ ഇടുക്കമാണ്. ഏത് വഴി തിരഞ്ഞെടുക്കും? വിശാലമായ പാതയിലൂടെ അനേകരുണ്ട്, പക്ഷെ ഇടുക്ക് വഴിയിലൂടെ ചുരുക്കമേ ഉള്ളൂ. എന്താണ് ആ ഇടുക്ക് വഴി? മത്തായി 7 പറയുന്നു, ഇടുക്ക് വഴി ഏത്? യേശു നടന്ന വഴി. ഓ യേശു നടന്ന വഴി. അങ്ങനെ എനിക്ക് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് നടക്കണോ? എന്ത് ചെയ്യണം? ഗലാത്യർ 2:20 സംഭവിക്കണം. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ജീവിക്കേണ്ടത് യേശു. എൻ്റെ പാപ മനുഷ്യനല്ല ആരും കാണേണ്ടത്, എൻ്റെ അകത്തിരിക്കുന്ന യേശുവിനെ കാണണം. എന്നിലൂടെയുള്ള സ്വഭാവം, എന്നിലുള്ള നോട്ടം, എന്നിലൂടെ സംസാരം, എന്നിലൂടെ പ്രവൃത്തിയെല്ലാം യേശുവിൻ്റെ പ്രവൃത്തിയായി മാറണം. ഈ ഭൂമിയിൽ യേശു എങ്ങനെ ജീവിച്ചു? എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം എന്നറിയാമോ സ്നേഹിതരെ? കേട്ടോ. ഹല്ലേലൂയ. എന്താ സ്വപ്നം? യേശുവിനൊരു ഭയങ്കര സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പെടാൻ വേണ്ടി എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് യോഹന്നാൻ 17 നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളുടെ സകല പേരുകൾ അതിനകത്തുണ്ട്. നിങ്ങൾ വായിച്ചത് നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. യോഹന്നാൻ സുവിശേഷം 17 ഇത് ഞാൻ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിനകത്തുണ്ട് നമ്മുടെ പേര് അവിടെ ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ പേര്
പേരും കൂടെ അതിനകത്തുണ്ടോ എന്നുള്ളത് അവിടെ ഉറപ്പ് വരുത്തണം. ദൈവത്തിന് സ്തോത്രം. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യേശുപ്പച്ച പറയുകയാണ്, ഹല്ലേലൂയ, യേശുപ്പൻ്റെ സ്വപ്നം, ശാലിനി നീ എന്നെ കണ്ടുമുട്ടി, ഞാൻ നിന്നിലും നീ എന്നിലുമായി. ഇനി ഞാൻ എങ്ങോട്ട് പോകുകയാണ്? സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്ന കാലമത്ര ഞാൻ എങ്ങനെ നടന്നോ അതുപോലെ നടക്കണം. ഞാൻ എങ്ങനെ സംസാരിച്ചു അതുപോലെ, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു അതുപോലെ നീ എല്ലാ നിറവിനോളം നിറഞ്ഞെന്ത് ചെയ്യണം? നിന്റെ ഡ്യൂട്ടി പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിൽ വരണം. ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടം. എല്ലാ നിറവിനോളം, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ആഴം, ഉയരം എന്തെന്ന് ഗ്രഹിച്ച് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ക്രിസ്തു എന്ന തലയോളം വളർന്നു വേണം എവിടെ ചെല്ലാൻ? കർത്താവിൻ്റെ. എങ്ങനെ വളരണം? ഈ ലോകപരമായിട്ടല്ല, അതെല്ലാം നന്മയും തരട്ടെ. ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്താൽ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു സഹിച്ചതുപോലെ, ക്രിസ്തു ചേർത്ത് പിടിച്ചതുപോലെ, ക്രിസ്തു എങ്ങനെയായിരുന്നു? ക്രിസ്തു പാപികളോട് എങ്ങനെയായിരുന്നു? ക്രിസ്തു സ്തോത്രം തന്നെ ശപിച്ച. നോക്കിയേ, ഒറ്റ വരി പറഞ്ഞ വചനത്തിലേക്ക് കയറാം. നോക്കിയേ, 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. അതിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 പേരും 12 സ്വഭാവമുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യൂദാസ് ആദ്യമേ യേശുവിനറിയാം, ഇവനാണ് 30 വെള്ളിക്കാശിന് ആരെ ഒറ്റ കൊടുക്കുന്നതെന്നറിയാം. യേശുവിനെ ഒറ്റ കൊടുക്കുന്നതെന്നറിയാം. യേശുവിനെ നല്ലവണ്ണം അറിയാം. എന്നാൽ അവനെയും പിടിച്ച് കൈക്ക് പിടിച്ച് യേശുപ്പച്ച കൊണ്ട് നടന്നു. അല്ല, എവിടം വരെ കൊണ്ട് നടന്നു? നമ്മളാണെങ്കിൽ നമുക്കൊരു വെളിപ്പാടിൽ കാണിച്ചെന്ന് വെച്ചോ, എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ എന്നെ ഒറ്റ കൊടുക്കുന്ന കാണിച്ചെന്ന് വെച്ചോ, ഞാൻ വെളിപ്പാട് കണ്ടെന്ന് വെച്ചോ, എക്സാമ്പിളാണേ, കണ്ടില്ല, കണ്ടെന്ന് വെച്ചോ, ഞാനെങ്കിൽ അന്ന് മുതൽ ഇയാളെ തേച്ചൊട്ടിക്കാൻ തുടങ്ങും. നീ കള്ളനാടാ, നീ എൻ്റെ കൂടെ നടന്ന് നീ കുഴപ്പക്കാരനാടാ, നീ അങ്ങനത്തവനാടാ, നീ ചതിക്കോടാ, നീ ഇങ്ങനെ ചെയ്യുവാടാന്ന് എന്ത് ചെയ്യും? പറയും. അപ്പോഴപ്പോഴാ ഒരു സൂചി ഇട്ട് കുത്തും കൊടുക്കും. പേര് പറയാതെ എന്ത് ചെയ്യും? പേര് പറയാതെ കുത്തി നല്ല രീതിയിൽ സിറിഞ്ച് ആ മരുന്ന് അകത്തുള്ള അയാളുടെ വിഷം മൊത്തം എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? കൊടുക്കുമല്ലേ? പക്ഷേ യേശു അപ്പച്ചനുണ്ടല്ലോ, ആദ്യമേ ഇറങ്ങി ഇവനാണ് എന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നതെന്ന്. എന്നിട്ടും അവസാനം വരെ യേശു യൂദാസിനെ കൊണ്ട് നടന്നു. മാറ്റി നിർത്തിയില്ല, ഒറ്റപ്പെടുത്തിയില്ല, തള്ളി പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഈ കള്ളനാണ് എന്നെ ഒറ്റ കൊടുക്കുന്ന ആരോടും പറഞ്ഞില്ല. അവസാനം വരെ അന്ത്യ അത്താഴം വരെ കൊണ്ട് നടന്നിട്ട് അന്ത്യ അത്താഴത്തിൽ ഇവൻ വന്നെടുക്കുമ്പോഴാണ് പറഞ്ഞത് സ്വത്ര ഹല്ലേലൂയ. അപ്പോഴൊരു വരി പറഞ്ഞു, പക്ഷേ അവിടെ ഇരുന്ന് ആർക്കും എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല. നോക്കിയേ, ഈ സ്നേഹം എനിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇതുപോലെ സ്നേഹിക്കുന്നൊരു സ്നേഹം, എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം, ഇവിടെ അടിക്കുമ്പോൾ മറ സൈഡിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്നേഹം, എന്നെ കാർ തുപ്പുന്നവനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സ്നേഹം, എൻ്റെ മുറ്റത്ത് ചവിട്ടിപ്പോലെന്ന് പറയുന്നു. എൻ്റെ മുറ്റത്ത് ചേട്ടാ, അണ്ണ, അങ്കിളെ, ആൻറ്റി, മക്കളെ എന്ന് വിളിച്ചൊന്ന് പോകാനൊരു ആ ഒരു സ്വഭാവം എൻ്റെ അകത്ത്. അത് പുറത്തല്ല, ഇത് ഡാൻസുകളിലൂടെ ഒന്നും വരൂല. ഇതെൻ്റെ അകത്ത് യേശു വന്നാലേ വരൂ. ഓ ഗ്ലോറി, ഗ്ലോറി. ആദമിന്റെ പാപം പോയി, ഈ ലോക മനുഷ്യന്റെ പാപം പോയി, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം എന്നെ വിട്ടു പോയി. എൻ്റെ അപ്പൻ്റെ യേശു ക്രിസ്തു എൻ്റെ അകത്ത് വരുമ്പോൾ എൻ്റെ യേശു ആകുന്ന നല്ല ഒലിവിൻ്റെ എൻ്റെ അപ്പൻ്റെ സ്വഭാവം എൻ്റെ തലമുടി നാരിഴ മുതൽ എൻ്റെ ശരീരം മൊത്തം നിറഞ്ഞിട്ട്, അങ്ങനെ മാത്രമേ എനിക്ക് മറ്റൊരാളിനെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലാത്ത സ്നേഹമെല്ലാം ഇന്ന് അനേകരും മക്കൾ അപ്പനെ അമ്മയെ സ്നേഹിക്കും. അവരെ പൈസ തീരുമ്പോൾ സ്നേഹം പോകും. എന്താ ആ സ്നേഹം? ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമല്ല. സ്വതന്ത്രമാണ്. അതുപോലെ ഈ ലോകത്തിൽ നമ്മുടെ കൂട്ടുകാർ നമുക്കൊന്നുമില്ലെന്നായ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. അവരുടെ സ്നേഹം ദൈവസ്നേഹമല്ല. പിന്നെ സ്നേഹമാണ് ലോകത്തിൻ്റെ സ്നേഹം. ദൈവസ്നേഹം ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ചേർത്ത് പിടിക്കുന്ന അണയ്ക്കുന്നൊരു സ്നേഹം. ഈ സ്നേഹം നമ്മളിൽ എത്ര, എന്നെ ഉൾപ്പെടെ എത്രയൊക്കെ കൊണ്ട് എന്നെ കാർക്കിച്ച് തുപ്പുന്നവനെ കാണുമ്പോൾ അകത്തൊരു കിറുകിറുപ്പില്ലാത്തൊരു സ്നേഹം. സ്നേഹിതാന്ന് വിളിക്കുന്ന സ്നേഹം, മക്കളെ എന്ന് വിളിക്കുന്ന സ്നേഹം, ചേട്ടാന്ന് വിളിക്കുന്ന സ്നേഹം, അമ്മച്ചി എന്ന് വിളിക്കുന്ന സ്നേഹം ആർക്കുണ്ട്? ദൈവത്തിന് സ്വാഗതം.
ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇല്ല എങ്കിൽ ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? യാതൊരു അർത്ഥവുമില്ല. നമുക്ക് പറയാം ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, പള്ളി പോകുന്ന ആളാണ്, യേശുവിനെ കണ്ടുപിട്ടിയ ആളാണെന്ന് പേരിന് പറയാം. എന്നാൽ യേശു അവിടെ ഇല്ല. ഓ, ഹൃദയത്തിനകത്തില്ല. ഞാൻ പറയാം, യേശു എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നാൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിതരെ, വേക്കറ്റം വരെ കേൾക്കാമോ? ഇത് വേക്കറ്റം വരെ കേൾക്കാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. യേശു എൻ്റെ നിങ്ങളുടെ അകത്ത് വന്നാൽ കയ്യടിയിൽ മാത്രം ഒതുങ്ങത്തില്ല, അന്യഭാഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു പ്രവചനത്തിലോ ദർശനത്തിലോ വ്യാഖ്യാനത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. എൻ്റെ നിങ്ങളുടെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം പോലെ ആകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് വന്നില്ല എങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല. സ്തോത്രം, ഒരു വിലയുമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ സ്വഭാവമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അതെൻ്റെ യേശുവിൻ്റെ അടുക്കൽ എത്തുക, ആ മുട്ടുമടക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് 3 സ്ഥലത്തുകൂടെ യേശു കടന്നുപോയി. ആർക്കു വേണ്ടി കടന്നുപോയി? ഞാൻ വായിച്ചതിലേക്ക് പെട്ടെന്ന് വരികയാണ്. സമയം പോയതുകൊണ്ട് ഞാൻ വായിച്ചതിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വായിച്ചു തുടങ്ങിയ ഭാഗം സ്തോത്രം മർക്കോസ് 14:32, സ്തോത്രം യോഹന്നാൻ 19:13 വാക്യവും, സ്തോത്രം യോഹന്നാൻ 19:17 വാക്യവും. എവിടെയെല്ലാം? ഗെദശമന. 1 ഗെദശമന, സ്തോത്രം 2 ഗബഥ, 3 ഗോൽഗൊത്ത. ദൈവത്തിന് സ്തോത്രം. ഈ 3 സ്ഥലവും എനിക്കും നിങ്ങൾക്കും ഈ ദേശ നിവാസികൾക്കും എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ 3 സ്ഥലത്തുകൂടെ പാപമില്ലാതെ ഉള്ള ഒരുവൻ സകല മാനവജാതിക്കും വേണ്ടി ഈ 3 സ്ഥലത്തുകൂടെ പോയി നിവർത്തീകരിച്ച ഒരു ഏരിയ. ദേശനിവാസികളെ, നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? താങ്കൾ എത്ര പാപിയായാലും, ഏത് കൊടും പാപിയെയും ഒരു നിഷ്കളങ്കനാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവ് സ്തോത്രം 3 സ്ഥലത്തുകൂടെ പോയി എന്നെ നിങ്ങളെ വിടുവിക്കുവാൻ. സ്തോത്രം. യേശുക്രിസ്തു ഒന്നാമത് പോയത് ഗെത്സമനയിലാണ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാണ് ജനിച്ച് സ്തോത്രം 30-ാം വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് സ്തോത്രം ഉപവസിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നു. 33.5 വയസ്സിൽ യേശു കർത്താവ് സ്തോത്രം സകല മാനവജാതിയുടെ പാപത്തെ ഏറ്റെടുക്കാൻ സമയമായപ്പോൾ, അതേ ടൈമായപ്പോൾ യേശു ക്രിസ്തു ഇതാ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരൊക്കെ പോയെന്നറിയണ്ടേ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 12 ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. 3 പേരെ 3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. 1 ഗെത്സമനയിൽ കൊണ്ടുപോയി. 2 യായിറോസിന്റെ വീട്ടിൽ ഈ 3 പേരെയും കൊണ്ടുപോയി. യായിറോസിന്റെ മകൾ മരിച്ചപ്പോൾ ഉയർപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ. അതുപോലെ സ്തോത്രം മറു മലയിൽ യേശുക്രിസ്തു ഈ 3 ശിഷ്യന്മാരെയും കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഈ 3 പേരെ ഈ 3 സ്ഥലത്തും കൊണ്ടുപോയി. ഈ പ്രാർത്ഥന ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കര പ്രാർത്ഥന. ഗെത്സമനയിൽ എന്തിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചു? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ സമയമാകും മുമ്പേ യേശു ക്രിസ്തു 3 പേരോട് പറഞ്ഞു. അല്പം മാറിയിരുന്ന് യേശു പ്രാർത്ഥിക്കാൻ പോകും മുമ്പേ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് നോക്കും. വരുമ്പോൾ ഇവർ ഉറങ്ങിക്കിടക്കും. തട്ടി വിളിക്കും പത്രോസിനെ. സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഇല്ല, വീണ്ടും വരും. അവസാനം യേശു പറഞ്ഞ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പാടാൻ എളുപ്പമാണ്, പക്ഷെ പ്രാർത്ഥനയാണെന്ന് അനേകർക്കില്ലാത്തത്. പാട്ട് വരുന്നുണ്ട്, എന്നെപ്പോലെ ഞാൻ എന്നെയും കൂടി ചേർത്ത് പറയാം, പ്രസംഗം വരുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? സ്തോത്രം. രഹസ്യമായിട്ട് ഞാനും ദൈവം തമ്മിലുള്ള പ്രാർത്ഥന എങ്ങനെയുണ്ട്? യേശു പറഞ്ഞു, മക്കളെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. യേശു വീണ്ടും പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ യേശുവിന് അറിയാം ഇതാ സമയമായി, യേശുവിനെ സ്തോത്രം അറസ്റ്റ് ചെയ്യാൻ സമയമായി എന്ന് യേശുവിന് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും പ്രാർത്ഥിച്ച് വന്ന് പുറത്തോട്ട് വരികയാണ്. വരുമ്പോൾ ഇതാ പടയാളികളും യൂദാസ് ഉൾപ്പെടെ അടുത്ത് വരികയാണ് യേശുവിൻ്റെ അടുക്കൽ. സ്തോത്രം. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ആമേൻ. നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രയനാകുന്ന യേശുവിനെ. അത് ഞാൻ തന്നെ. ഇത്
പറഞ്ഞ മാത്രയിൽ യേശുവിനറിയാം തന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്നറിയാം. താൻ അറിഞ്ഞിട്ട് തന്നെയാണ് പുറത്തു വന്നത്. നേരത്തെ വായിച്ചു കേട്ടു, അറിഞ്ഞിട്ട് തന്നെയാണ് യേശു പുറത്തു വന്നത്. പക്ഷേ യേശുവിന് ഈ അറസ്റ്റിന്റെ സമയത്തും യേശുവിന്റെ ശക്തി ചോർന്നു പോയില്ല, കൃപ ചോർന്നു പോയില്ല, അഭിഷേകം ചോർന്നു പോയില്ല, ബലം ചോർന്നു പോയില്ല. ശക്തി വർദ്ധിച്ചതേ ഉള്ളൂ. ആ പ്രതികൂലത്തിന്റെ നടുവിലും യേശുവോട് നിൽക്കുമ്പോൾ ഇതാ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ആരെ തിരയുന്നെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും നസ്രായനാകുന്ന യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറയുന്ന മാത്രയിൽ നിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? താഴെ വീണു, താഴെ വീണു, താഴെ വീണു. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി താഴെ വീണു. വീണ്ടും പറഞ്ഞു, വീണ്ടും യേശു അതുപോലെ പറഞ്ഞു, വീണ്ടും അവിടെ താഴെ വീണു. തീർന്നില്ല. തൊട്ടടുത്ത് നോക്കുമ്പോൾ ഇതാ പത്രോസ് മൽക്കോസിന്റെ കാതിനെ കട്ട് ചെയ്ത് മാറ്റി. ദൈവത്തിന് സ്തോത്രം. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നവന്റെ കാതിനെ എടുത്ത് ഒട്ടിച്ചൊരു സ്നേഹം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ ഡാഡി എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. ഈ സ്വഭാവം ആർക്കൊക്കെ ഉണ്ട് സഹോദരങ്ങളെ? ഈ സ്വഭാവം, ആ സ്വഭാവം അറസ്റ്റ് ചെയ്യാൻ വരുന്നവനെ, കയ്യിൽ വിലങ്ങ് വെക്കാൻ വരുന്നവനെ, കാത് മുറിഞ്ഞ് വീണപ്പോൾ പതുക്കെ കുനിഞ്ഞ്, ഇതുപോലെ ഒരു സ്ഥലത്ത് കുനിഞ്ഞില്ലേ ഉൽപ്പത്തിയിൽ, നിലത്തെ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം ഊതി. ഇവിടെ ഇതാ കുനിഞ്ഞ്. എന്തിനാ? കാത് അറ്റ് വീണ കാതെടുത്ത് യേശു ആ ശത്രുവിൻ്റെ കാതിനെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വന്നവൻ്റെ, എൻ്റെ യേശു അപ്പച്ചനെ അറസ്റ്റ് ചെയ്യാൻ വന്നവനെ സ്നേഹിച്ച്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ഞാൻ പറയാം, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പാടാൻ എളുപ്പമാ, ശുശ്രൂഷയൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിനാണ് വില കൊടുക്കേണ്ടത്, അതിനാണ് വില കൊടുക്കേണ്ടത്, അതിനാണ് യാവോക്ക് കിടക്കേണ്ടത്, അതിനാണ് മുട്ടുമടക്കേണ്ടത്, അതാണ് യാവോക്ക് കിടക്കേണ്ടത്. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്ഥിതി മാറണോ? സ്വഭാവം മാറണോ? പ്രാർത്ഥന കുറയല്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, എൻ്റെ നിങ്ങളുടെ സ്വഭാവം മാറണമെങ്കിൽ, യേശുവിനെ പോലെ ആകണമെങ്കിൽ, യേശുവിനിൽ നിറയണമെങ്കിൽ, എൻ്റെ സ്വയങ്ങൾ ഉടയണമെങ്കിൽ, തന്നെ ത്യജിക്കാൻ, നാൾ തോറും തന്നെ ക്രൂശ് എടുക്കാൻ, ഓ സ്തോത്രം, യേശുവിനെ അനുഗമിക്കാൻ, ഓ സ്തോത്രം കഴിയണമെങ്കിൽ ഒന്നാമത് ആ വ്യക്തി യാബോക്കിന്റെ അനുഭവത്തിൽ വന്നേ തീരൂ. യാബോക്ക് മൽപ്പിടുത്തത്തിന്റെ യാബോക്കാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്ന യാബോക്ക് എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എൻ്റെ പാപ സ്വഭാവങ്ങളെ തകർത്തല്ലാതെ, എൻ്റെ അശുദ്ധിയെ ഉടച്ചിട്ടല്ലാതെ, എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ടല്ലാതെ, അപ്പൻ്റെ കൃപ എനിക്ക് തന്നല്ലാതെ, എൻ്റെ ഈ പന്ന സംസാരം തകർത്തല്ലാതെ, എൻ്റെ പന്ന സ്വഭാവം ഉടച്ചല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല അപ്പാന്ന്. ഓ അപ്പ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ വന്നമാർ കാത് വെട്ടിയിട്ടു. ഞാനാണ് ആ സ്ഥാനത്തേക്ക് അവൻ്റെ കഴുത്തും കൂടെ വെട്ടിയിട്ട് പോകും. പക്ഷേ എൻ്റെ അപ്പൻ, നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ആഴം? ഈ സ്വഭാവം എൻ്റെ അകത്ത് വരാത്തടത്തോളം കാലം ബാക്കിയെല്ലാം ജീവനില്ലാത്ത പ്രവൃത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രിസ്തു കുനിഞ്ഞ് കാതെടുത്ത് മൽക്കോസിൻ്റെ കാതിരുന്ന് ഒട്ടിച്ചെടുത്തു. പത്രോസേ കണ്ടോ, യേശു എപ്പോഴും ഉപദേശിക്കുന്നത് മറ്റുള്ളവരല്ല, തൻ്റെ ശത്രുവിനല്ല ഉപദേശിക്കുന്നത്, പിന്നെ കൂടെ നടക്കുന്നവര്. പത്രോസേ, വാള് ഉറയിലിടടാ, നിന്റെ വാളിനെ എടുക്കരുത്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും മോനെ. മറ്റവരോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പടയാളോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പക്ഷെ പറയേണ്ടവൻ എന്ത് ചെയ്തു? യേശു എല്ലാവർക്കും ഈ ഉപദേശം കൊടുക്കത്തില്ല, അപ്പൻ്റെ മക്കൾക്ക് കൊടുക്കും. ഇത് അവരെ വെട്ടി നെരപ്പാക്കി ചെത്തി 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 ചെത്തി. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. പ്രാർത്ഥന വെളിപ്പെടണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, മക്കളെ സ്തോത്രം, ഹല്ലേലൂയ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഗെത്സമനയിൽ യേശുവിനോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഇവർക്ക് ഒരു നാഴിക പോലും പറ്റിയില്ല. സ്തോത്രം. തൊട്ടപ്പുറത്ത് പരീക്ഷ വന്നു. ഒന്ന്, മൽക്കോസിൻ്റെ കാറിനെ വെട്ടിയിട്ടു, പ്രാർത്ഥനയുടെ കുറവ്. 2, 3 വട്ടം തള്ളിപ്പറഞ്ഞു, പ്രാർത്ഥനയുടെ കുറവ്. 3, വള്ളവും വലയെടുത്തുകൊണ്ട് പണ്ടത്തെ സ്വഭാവത്തിലേക്ക് അയാൾ മാത്രമല്ല കൂട്ടുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. എന്താ സംഭവിച്ചേ? പ്രാർത്ഥന കുറയുമ്പോൾ പിന്മാറ്റം വരും. ജീവിതത്തിനകത്ത് പഴയ നഷ്ടപ്പെട്ട സ്വഭാവങ്ങളെല്ലാം മടക്കിയെടുക്കുന്ന എവിടെയാ? പ്രാർത്ഥന. യേശു ക്രിസ്തു വീണ് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വത്രം അനേകർ യേശുവിനെ കണ്ട് കരയുകയാണ്. യേശു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ സ്വത്ര സഹോദരിമാരെ നോക്കി പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, ഒന്നും നിന്നെ ചൊല്ലി കര. എന്തിനു വേണ്ടി? നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ, അവരോടുള്ള വിരോധം കളയാൻ. നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. സ്വത്രഹാല നിങ്ങളെ ചൊല്ലി നിന്നെയും നിന്റെ മക്കളെയും ചൊല്ലിക്കര. ദൈവത്തിന് സ്വത്രം. ഇവിടെ നോക്കിയേ, ആ യാബോക്കിന്റെ അനുഭവത്തിൽ യാക്കോബ് മല്ല് പിടിച്ചു. എന്തിന്? എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എൻ്റെ സ്വഭാവത്തിനകത്ത് മാറ്റം തന്നല്ലാതെ, എന്നെ പുതിയ ഒരാളാക്കി മാറ്റിയല്ലാതെ, എൻ്റെ പേരിനെ ചതിയെന്നുള്ള പേര് മാറ്റിയല്ലാതെ, എൻ്റെ കപടത മാറ്റിയല്ലാതെ, എൻ്റെ പന്ന സ്വഭാവം മാറ്റിയല്ലാതെ അങ്ങനെ ഞാൻ വിടൂല. ദൈവം പറയുന്നു, മോനെ വിട് വിട് വിട്, ഉഷസായി വിടുക, വിട്, ഞാൻ പോട്ടെ. സ്വത്രം. യാക്കോബ് പറഞ്ഞെന്താ? വിടില്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല. യാക്കോബ് വിട്ടില്ല. സ്വത്രം. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ്റെ പേര് മാറ്റി, അവൻ്റെ സ്ഥിതി മാറ്റി. നമ്മുടെ വീട്ടിനകത്തും മുഴുവൻ യാബോക്കാകട്ടെ, പ്രാർത്ഥന മുറിയാകട്ടെ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, സന്നിധി ബോധത്തോടെ പ്രാർത്ഥിപ്പാൻ, ഭയഭക്തിയോടെ പ്രാർത്ഥിപ്പാൻ, വചനപ്രകാരം പ്രാർത്ഥിപ്പാൻ, ഓ ദൈവ ഭയത്തോടെ പ്രാർത്ഥിപ്പാൻ. പിന്നെ എങ്ങനെ പ്രാർത്ഥിപ്പാൻ? ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, ജീവനോടെ പ്രാർത്ഥിപ്പാൻ. ദൈവം പ്രസാദിക്കുന്ന എല്ലാ ബൈബിളിലെ വാക്യങ്ങളാ. ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ പ്രാർത്ഥിപ്പാൻ, ദൈവം ഇഷ്ടം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം മാറും. വ്യത്യാസം വരും. സ്വഭാവത്തിനകത്ത് വ്യത്യാസം വരും. ജീവിതത്തിനകത്ത് വ്യത്യാസം വരും. കർത്താവ് പറഞ്ഞു, മോനെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. യേശു ക്രിസ്തുവിനെ ഗെത്സമനയിൽ വെച്ച്, ശ്രദ്ധിച്ചേ, ഗെത്സമനയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര കൊടുമ്പാവിയായാലും 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ താങ്കൾ എങ്ങനെ തെറ്റി വഴിയും? പകൽ യാഥാർത്ഥ്യമെങ്കിൽ, രാത്രി യാഥാർത്ഥ്യമെങ്കിൽ, ഒരു നിത്യത, ഒരു നിത്യ നരകവും യാഥാർത്ഥ്യം. താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? ഇവിടെ കഴിഞ്ഞിട്ട് യുഗായുഗമുള്ള ജീവിതം താങ്കൾ എവിടെ തിരഞ്ഞെടുക്കും? ഇവിടെ പേര് കാണും, ഇവിടെ പ്രശസ്തി കാണും, ഇവിടെ അറിവും ജ്ഞാനവും കഴിവും കാണും. ഇതൊന്നും അങ്ങോട്ട് എത്തിക്കത്തില്ല. യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ, യേശുവിനെ പ്രാപിച്ചില്ലെങ്കിൽ, യേശു അകത്ത് വന്നില്ലെങ്കിൽ, ജീവിതത്തിനകത്ത് വ്യത്യാസം വന്നില്ലെങ്കിൽ, ഒരു കപട വേഷധാരിയായിട്ടല്ല, കപട വേഷത്തെ അടിച്ചു വെച്ചിട്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവ് ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ശ്രദ്ധിച്ചേ, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ എത്ര കൊടുമ്പാവിയായാലും, ഇതാ ഒരുവൻ കരം നീട്ടിക്കൊടുക്കുമ്പോൾ, അറസ്റ്റ് ചെയ്യാൻ കരം നീട്ടിക്കൊടുക്കുമ്പോൾ, വിലങ്ങ് വെക്കാൻ കരം നീട്ടിക്കൊടുക്കുമ്പോൾ, പിശാച് നിനക്കെതിരെ എഴുതിയ രേഖകൾ, നിന്നെ നരക തീക്കകത്ത് കൊണ്ടും ഇടും എന്ന് പറഞ്ഞ് എഴുതിയ രേഖ നീ വിശ്വസിച്ചാൽ, ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ സ്വർഗം അത് പൊളിക്കും. നിങ്ങൾക്ക് എത്രക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. യേശു എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുത്തുവോ അപ്പോൾ ആയിരങ്ങൾ, 10,000, ലക്ഷങ്ങളുടെ കെട്ട് പൊട്ടി. മുഴു ലോകത്തിലും സ്വത്രം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടേണ്ടവരുടെ കെട്ടുകൾ പൊട്ടി. ഏത് കെട്ട്? പിശാച് കെട്ടിയ കെട്ട് പൊട്ടി. ആര് കൈ കൊടുത്തപ്പോ? ആര് വിട്ടുകൊടുത്തപ്പോ? യേശു വിട്ടുകൊടുത്തപ്പോ. സഹോദര, നിത്യ നരകത്തിനകത്ത് നിന്നെ കൊണ്ടുപോകേണ്ടതിന് പകരം ശത്രു വിലങ്ങ് വെച്ച് നിനക്കെതിരെ വിരോധങ്ങൾ എഴുതി കൂട്ടിയ വിരോധമുണ്ടല്ലോ. യേശു അറസ്റ്റ് വരിച്ചപ്പോൾ താങ്കൾ ഫ്രീ ആയെന്ന് തിരിച്ചറിയുന്നുണ്ടോ? താങ്കൾക്ക് വേണ്ടി ഗെത്സമനിൽ ഒരു പ്രാർത്ഥന നടന്നു താങ്കൾ തിരിച്ചറിയുന്നുണ്ടോ? പിതാവേ, എൻ്റെ ഇഷ്ടമല്ലപ്പാ, അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഇതാ യേശു ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കൊണ്ടുപോകുന്നു. എവിടെ കൊണ്ടുപോകുന്നേ? ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ കൊണ്ടുപോവുകയാണ്. 5 കോടതിയിൽ, സ്വത്രം 7 തവണ വിസ്തരിക്കപ്പെട്ടു. എത്ര കോടതിയിൽ?
5 കോടതിയിൽ ഹല്ലേലൂയ സന്നിധി സംഘത്തിൻ്റെ അടുത്ത്, കയ്യാഫിൻ്റെ അടുക്കൽ, സ്വത്ര ഹന്നാസിൻ്റെ അടുക്കൽ, ഹെറോദാവിൻ്റെ അടുക്കൽ, പീലാത്തോസിൻ്റെ അടുക്കൽ, 5 കോടതിയിൽ 7 പ്രാവശ്യം എൻ്റെ അപ്പനെ മാറി 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 വിസ്തരിച്ചു. സഹോദര, എന്നെയും നിന്നെയും നരകത്തിൽ പോകാൻ വിസ്തരിക്കേണ്ട സ്ഥാനത്ത് ഞാനും നീയും ഇന്ന് വിസ്തരിക്കപ്പെട്ടു. യേശു എനിക്ക് വേണ്ടി വിസ്തരിക്കപ്പെട്ടു എന്ന് നീ വിശ്വസിച്ചാൽ, ആ യേശുവിലേക്ക് നോക്കിയാൽ തങ്ങളുടെ രേഖ കീറുകയാണ്. യേശുവിൻ്റെ ഗെത്സമന വിശ്വസിക്കുന്നവൻ്റെ വിടുതലാണ്. യേശുവിൻ്റെ അറസ്റ്റ് എൻ്റെ നിങ്ങളുടെ വിടുതലാണ്. യേശു അറസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുത്തപ്പോൾ മുഴുവൻ ലോകത്തിലും ലക്ഷോപലക്ഷം ജനങ്ങൾ അവരുടെ കെട്ടുകൾ പൊട്ടി യേശുവിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് പീലാത്തോസ് അവസാനം പറയും, ഇവനിൽ ഒരു പാപവും കാണുന്നില്ല, ഒരു പാപവും ഇവനിൽ കാണുന്നില്ല. ദൈവത്തിന് സ്വത്രം. പീലാത്തോസിനെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ട്, രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. സ്വത്രം. അടിക്കാൻ ഏൽപ്പിച്ചു. 39 അടി അടിക്കാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇപ്പം എവിടെ നിൽക്കുക? സ്വത്രം. ഗെത്സമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിസ്താരം കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരികയാണ്. അടുത്ത് പീലാത്തോസ് അടിക്കാൻ ഏൽപ്പിച്ചത് എവിടെയാ? ഇതാ ഗബ്ബതയിലേക്ക്. എവിടെ? ഗബ്ബതയിലേക്ക്, പീലാത്തോസിന്റെ കത്തളത്തിലേക്ക്. അവിടെയാണ് അടി കൊടുക്കുന്നത്. അവിടേക്ക് അയക്കുകയാണ്. ശ്രദ്ധിച്ച്. 1 ഗെത്സമന. ഞാൻ നരകത്തിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പിശാച് നിൽക്കുന്ന സ്ഥാനത്ത് ശാലിനെ വിട് എന്ന് പറഞ്ഞ സ്ഥലമാണ് എവിടെ? പറ. ഗെത്സമന. അവള് വിട്, അവള് പോട്ടെ. ഇതിനകത്തിരിക്കുന്ന മാന്യ ശ്രോതാവേ, ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, നീ വിടുവിക്കപ്പെടുന്നത് എവിടെയെന്നറിയണ്ടേ? യേശു അറസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ നിന്റെ വിടുതൽ നടന്നു. ഹല്ലേലൂയ. ഗെത്സമനയിൽ എൻ്റെ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു വരി അവിടെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ സമയമില്ല, എടുക്കുന്നില്ല. അവിടെ യേശു പറഞ്ഞു, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനാകുന്ന യേശുവിനെ. ജനം വീണു. ഞാനതെല്ലാം പറഞ്ഞു. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ. എന്നിട്ട് അടുത്ത വരി യേശു പറഞ്ഞു, ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവർ, അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. കരമൊന്ന് ചേർത്തടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊന്ന് ചേർത്തടിച്ചേ. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? കരമൊന്ന് ചേർത്തടിച്ചേ. കരമൊന്ന് ശക്തിയോടെ നടിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഗെത്സമന. യേശുക്രിസ്തു ഗെത്സമനയിൽ പിടിപെട്ടപ്പോൾ ഞാൻ ഫ്രീ ആയ ഇടം. അവിടെ നിന്ന് യേശുവിനെ എവിടെ കൊണ്ടുപോയി? ഗബ്ബതയിൽ കൊണ്ടുപോയി. യേശുക്രിസ്തുവിനെ സ്തോത്രം ഒരു വില്ല് വസ്ത്രത്തിനെ അടിച്ചു മാറ്റി. വസ്ത്രത്തിന് എന്ത് ചെയ്തു? അടിച്ചു മാറ്റി. ഒരു വില്ല് വളച്ച് പിടിക്കും പോലെ, ഒരു വില്ല് വളഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെ യേശുക്രിസ്തുവിനെ വളച്ച് നിർത്തി. 39 അടി. പടയാളികൾ ചാട്ടവാറിൻ്റെ അറ്റത്ത് ഉള്ളാണികൾ പോലെ ശരീരത്തെ കീർപ്പറിക്കുന്ന രീതിയിലുള്ള ആണികൾ അടിച്ചു വെച്ച ആ ചട്ടവാർ കൊണ്ട് 1, 2, 3 ഓരോന്നും മാറി മാറി അടിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും വലിച്ചെടുക്കുമ്പോൾ ഉഴവ് ചാല് പോലെ ശരീരത്തിലെ മാംസ കഷ്ണങ്ങൾ അതിൽ പറഞ്ഞു വരും. യേശുക്രിസ്തു പിടയ്ക്കുകയാണ്. ഒരടി ഇപ്പുറത്തൂടെ കൊടുക്കുമെങ്കിൽ മറടി മറുവശത്തൂടെ കൊടുക്കും. ശരീരം ആ സകലം ഗബ്ബതയിൽ. സഹോദര, മാനശ്രോതാവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആ നരക തീക്കകത്ത് പോകേണ്ട എന്നെ നിന്നെ രക്ഷിക്കാം യേശുക്രിസ്തു പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപത്തിൽ ജനിക്കാത്ത, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ വസിക്കാത്ത, പാപത്തിൽ വളരാത്ത യേശു താങ്കൾക്കായി വിട്ടുകൊടുത്തു എന്ന് അറിയുന്നുണ്ടോ? മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. ഹല്ലേലൂയ. സ്തോത്രം. ഗബ്ബതയിൽ 39 അടി ഏറ്റുവാങ്ങി. ജനം ഒരുമിച്ച് വിളിച്ചു, ഇല്ല, ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. 39 അടിയും വാങ്ങി. സ്തോത്രം. കൈകളെ കെട്ടടിച്ച് യേശുവിനെ കൊണ്ടുവരുമ്പോൾ പനിനീർ പുഷ്പം, ശാരോനിലെ പനിനീർ പുഷ്പം, 10000ങ്ങളിലെ സുന്ദരൻ, വെണ്മയും ചുവപ്പും ഉള്ളവൻ, കണ്ടാലോ ആളറിയുകില്ല.
പുഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല. ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. ആർക്കു വേണ്ടി സഹോദര, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, അമ്മേ, 10,000 സുന്ദരൻ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിന്നവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ആ കർത്താവ് ഉഴവു ചാല് പോലെ കീറപ്പെട്ടു, വസ്ത്രത്തെ പറിച്ചെറിഞ്ഞ അർത്ഥനഗ്നനാക്കി ശരീരം മൊത്തം ഉഴവു ചാല് പോലെ കീറി, തന്നെ ഗബതയിൽ നിന്ന് സ്വത്രം അല്പം മാറ്റി, തന്നെ രക്താംബരം ധരിപ്പിച്ച്, തലയിൽ മുള്ളുകൾ കൊണ്ടൊരു മെടഞ്ഞ് ഒരു മുൾക്കിരീടം വെച്ച്, ആഴത്തിൽ അതിനെ അടിച്ച് തലയിലേക്ക് ഇറക്കുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടതാണ്, അതിൽ ഒരു മുള്ള് ആ കണ്ണിന് അകത്തൂടെ ചെന്ന് ആ കണ്ണ് താഴെ വന്ന് തൂങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആ മുള്ള് തലയിലേക്ക് ആഴത്തിൽ ഇറങ്ങി. ഹോ, അപ്പോഴൊക്കെ എന്താ സംഭവിച്ചത് പറ? എൻ്റെതെല്ലാം അവിടെ ഏറ്റെടുക്കുകയായിരുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചേ, യേശുവിനോട് നമുക്ക് ചോദിക്കാം, യേശുപ്പാ, അങ്ങ് ഗെത്സമനയിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾ ആരെ തിരയുന്നെന്ന് ചോദിച്ചപ്പോൾ, സ്വത്രം നസ്രയനാകുന്ന യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ, കർത്താവെ വന്നവർ വീണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ശരീരം ഇത്ര ഉഴവു ചാല് പോലെ അടിച്ചു കയറിയപ്പോൾ അപ്പനൊരു വാക്ക് സംസാരിക്കുക എന്താ എന്ന് യേശുവിനോട് ചോദിച്ച യേശു എന്ത് പറയുന്നറിയാമോ? 1 പത്രോസ് 2:24 പറയും, ഇതാ സ്തോത്രം, മുൾക്കിരീടം ധരിച്ച് പൈന്മര ക്രൂശുമായി യേശുക്രിസ്തു 3ാമത്തെ സ്ഥലത്തേക്ക് നടന്നു നീങ്ങുകയാണ്. എന്തിനു വേണ്ടെന്നറിയാമോ? എനിക്ക് വേണ്ടി സകലവും നിവർത്തീകരിക്കുന്ന ഇടത്തിലേക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിന്റെയും പാപത്തെ പോക്കാൻ പിതാവായ ദൈവം നോക്കിയപ്പോൾ വേറെ ഒരു മാർഗവുമില്ല. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്റെ ദൈവം മുഖം മറക്കാൻ സമയമായി. പിതാവ് തന്റെ ഏകജാതന്റെ മരണത്തിൽ മുഖം മറക്കാൻ സമയമായി. ഗെത്സമന വിട്ടുതാ ഗബതയിലേക്ക്, ഗബത വിട്ടുതാ ഗോൽഗോഥയിലേക്ക്. യേശു വീണ് എഴുന്നേറ്റ് പോകുമ്പോൾ ആയിരക്കണക്കിന് ജനം ചങ്ങത്തിടിച്ച് വിളിക്കുകയാണ്, പ്രാണപ്രിയ യേശുവേ. ഇത് കരയും. ഇത് കാണുമ്പോഴാണ് യേശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞത്, മക്കളെ, നിങ്ങളെ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിന്റെ പാപത്തെ ഓർത്ത് കര. നിനക്ക് വേണ്ടിയാ യേശു തിരിഞ്ഞ് നോക്കി. യേശു തിരിഞ്ഞ് നോക്കി. ഇന്ന് ദേശത്തെ യേശു തിരിഞ്ഞ് നോക്കുന്നു. ഈ ഗ്രൗണ്ടിൽ യേശു ചിലരെ തിരിഞ്ഞ് നോക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ കപട വേഷം ധരിച്ച ചിലരെ തിരിഞ്ഞു നോക്കുന്നു. കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി കരാ. നിന്റെ രഹസ്യ ജീവിതം ഒന്ന്, പരസ്യ ജീവിതം ഒന്ന്. ആൾക്കാർ കാണുമ്പോൾ ഗ്ലോറി സ്വത്രമൊക്കെ ഉണ്ട്. രഹസ്യത്തിൽ നോക്കുമ്പോൾ ചത്ത് നാറിയ അവശിഷ്ടങ്ങൾ. മടങ്ങി വാ. കർത്താവ് വിളിക്കുന്നു, മടങ്ങി വാ. ദൈവത്തിന് സ്വത്രം. യേശു തിരിഞ്ഞിട്ട് പറഞ്ഞു, 1 നിന്നെ ചൊല്ലിക്കാരാ, 2 നിന്റെ മക്കൾ സ്വർഗത്തിലെത്തണം. ഒറ്റയെണ്ണം നഷ്ടപ്പെടരുത്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടരുത്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടരുത്. പ്രാർത്ഥിക്കുന്ന തലമുറ വീട്ടിനകത്ത് എഴുന്നേറ്റാൽ മക്കളുടെ കെട്ട് പാട്ടും, ബന്ധന ആഴിയും, ഇരുട്ട് തകരും, പിശാച് ഇറങ്ങി ഓടും, തലമുറകൾ ക്രിസ്തുവിനാൽ പിടിക്കും, പേടും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അപ്പന്റെ മുമ്പിൽ പാദപീഠത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പൈതലേ, നിന്റെ തലമുറ മടങ്ങി വരും. മുട്ട് മടക്കും. ഈ ദൈവം മതിയെന്ന് പറയും. ഓ ഹല്ലേലൂയ. ഈ ദൈവം മതിയെന്ന് നിന്റെ മക്കൾ പറയുന്ന ഒരു ദിവസമുണ്ട്. യേശുക്രിസ്തു നോക്കുമ്പോൾ മരിച്ച ഉയർത്തെഴുന്നേറ്റ് വരും, രോഗം വന്ന് സൗഖ്യമായവരും, തള്ളിപ്പറഞ്ഞവരും, കളിയാക്കുന്നവരും, ഒറ്റപ്പെടുത്തുന്നവരും, കാർക്കിച്ച് തുപ്പുന്നവരും,
എല്ലാവരും ഒരുപോലെ നിൽക്കുകയാണ്. ഒരു കൂട്ടം പേർ ചിരിക്കുന്നവർ, ഒരു കൂട്ടം പേർ കരയുന്നവർ. സ്തോത്രം. ഒരു സഹോദരി മാറത്തടിച്ച് കരയുകയാണ്. അയ്യോ, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലായിരുന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് യേശുവപ്പാ, എൻ്റെ അപ്പനും എന്നെ അപ്പനും വേണ്ട, എൻ്റെ അമ്മയ്ക്കും വേണ്ട. ഒരു ഭ്രാന്തിയായി ഞാൻ ഇറങ്ങി അലഞ്ഞ് നടന്നപ്പോൾ, വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതെ ഞാൻ നടന്നപ്പോൾ, പല കടയിൽ നിന്ന് ചൂടുവെള്ളം ഒരുപക്ഷെ മുഖത്തും ശരീരത്തിലും ഒഴിച്ച് ഒരാഹാരമില്ലാതെ കടത്തിനയിലും പലയിടത്തും ഞാൻ ഒളിച്ചു കിടന്നപ്പോൾ എച്ചിൽ കൂമ്പാരങ്ങൾക്കകത്ത് കൈയിട്ട് വാരി വേസ്റ്റ് കൊണ്ടിരുന്നിടത്ത് ഭക്ഷിച്ച എന്നെ, മുഴുഭ്രാന്തിയായി എന്നെ ലോകത്തിൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ സകലരും തള്ളിയപ്പോൾ എൻ്റെ പ്രാണപ്രിയ വസ്ത്രം ധരിക്കാത്ത എന്നെ കണ്ടിട്ടും മുഷിഞ്ഞ് നാറി എൻ്റെ ശരീരം കണ്ടിട്ടും എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ പ്രാണപ്രിയൻ്റെ വേദന ആയിരങ്ങൾ കരയുകയാണ്. അപ്പോഴും യേശു പലരെയും നോക്കുകയാണ്. മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാനിത് വാങ്ങിക്കുന്നത്. നീ എന്നെ നോക്കി വിശ്വസിച്ചാൽ നിനക്ക് വിടുതൽ ഉറപ്പ്. നിനക്ക് വേണ്ടി നിന്റെ അവസാന പാപം വരെയും ഞാൻ ഏറ്റെടുക്കാൻ ഇതാ ഗത്സമനയിൽ നിന്ന് ഇതാ ഞാൻ ഗബതയിൽ നിന്ന് ഇതാ ഗോൽഗോഥായിലേക്കും ഞാൻ പോവുകയാണ്. എൻ്റെ രക്തം മാത്രം പോരാ മക്കളെ, എൻ്റെ മാംസം മാത്രം പോരാ. നിന്നെ എനിക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ എൻ്റെ ജീവനും കൂടെ പോകണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഗോൽഗോഥാവിലെത്തി. സ്തോത്രം. ആ ക്രൂശിലേക്ക് യേശുവിനെ എഴുത്താൻ കിട്ടു. കയ്യെ നിസ്സാര പോലെ വലിച്ച് നിവർത്തി അടിയടിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാലുകളെ പിടിച്ച് വലിച്ചു വെച്ച് ആണിയടിച്ചു. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു നിന്നിൽ നീ ഇത്ര സ്നേഹം. യേശു എനിക്ക് വേണ്ടി ഇത്രയും സ്നേഹം ആ തന്ന യേശുവിനെ വിട്ടിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ അകന്ന് നിൽക്കുന്നെങ്കിൽ രാത്രി നിന്നെയും കൂടെ ക്രൂശോട് അടുപ്പിക്കാൻ ഗത്സമന വിട്ട് ഇതാ ഗോൽഗോഥയിൽ കാലുകളെ കൈകളെ ഇരു കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തുവിനെ ഇതാ ക്രൂശിൽ തറച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തുവിനെ എടുത്ത് നിവർത്തി അവിടെ അങ്ങ് നിർത്തി. ഹല്ലേലൂയ. രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു ക്രൂശിൽ കിടക്കുമ്പോഴും യേശുവിൻ്റെ കണ്ണ് എന്നിലേക്കും നിന്നിലേക്കുമായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ ഇവളെ എനിക്ക് കിട്ടുമല്ലോ. യേശുക്രിസ്തു എന്തിനാ ഗത്സമനയിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ സാരം എന്താ സ്നേഹിതരെ? എനിക്ക് വേണ്ടി മരിക്കുന്നത് എത്ര പ്രാവശ്യം വേണോ യേശു മരിക്കാൻ ഒരുക്കുക. യേശു എനിക്ക് വേണ്ടി മരിക്കുന്നത് കൊണ്ടല്ല പാനപാത്രം എന്ന് പറഞ്ഞത്. 3 മണിക്കൂർ പിതാവും പുത്രനും തമ്മിൽ കാണാനും സംസാരിക്കാനും പറ്റാത്ത 3 മണിക്കൂർ യേശു ഒറ്റയ്ക്കിരിക്കാൻ പറ്റാത്തോണ്ടാ. പിതാവ് പുത്രനും തമ്മിലുള്ള ബന്ധം 3 മണിക്കൂർ പിതാവ് മുഖം തിരിക്കുന്ന സമയമാ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉറങ്ങൂല്ലേ? യേശു ഒരു സെക്കൻഡ് പോലും പിതാവിനെ വിട്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. യേശുവിനെ എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയാണായിരുന്നു യേശുവിൻ്റെ ഇഷ്ടം. പക്ഷേ 3 മണിക്കൂർ പിതാവ് പുത്രനെ നോക്കാതെ തലതിരിക്കും.
ഇരിക്കുമ്പോൾ യേശുവിന് 3 മണിക്കൂർ പിതാവുമായിട്ടുള്ള ബന്ധം കിട്ടൂല. ബന്ധം കിട്ടാത്തതുകൊണ്ടാ യേശു ക്രിസ്തു ഗെത്സമനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വേദന ഓർത്തപ്പോഴാണ് ശരീരത്തിനകത്തു നിന്നുള്ള രക്തം രോമകൂപങ്ങൾക്കകത്തുകൂടെ സ്നേഹത്തിന്റെ ആഴം, പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ഇഷ്ടം രക്തത്തുള്ളികളായി അല്ല, എനിക്ക് വേണ്ടി മരിക്കുന്നോണ്ടല്ല. എത്ര വട്ടം വേണം മരിക്കാൻ? എൻ്റെ അപ്പം ഒരുക്കുക, എന്നെ കിട്ടിയാ മതി. മാന്യ ശ്രോതാവേ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. അപ്പന് വേണ്ടെങ്കിലും, അമ്മയ്ക്ക് വേണ്ടെങ്കിലും, നാട്ടുകാർക്ക് വേണ്ടെങ്കിലും, വീട്ടുകാർക്ക് വേണ്ടെങ്കിലും, ദേശത്തിന് വേണ്ടെങ്കിലും യേശുവിന് താങ്കളെ വേണം. താങ്കൾ എത്ര കൊടും പാപിയായാലും ശരി, പിതാവിത പുത്രനെതിരെ മുഖം മറയ്ക്കാൻ സമയമായി. സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എന്തിന്റെ ദാഹം? വെള്ളം കുടിക്കാൻ ദാഹമാണോ? യോഹന്നാൻ 4 ശമര്യ സ്ത്രീയുടെ അടുക്കൽ യേശു പോയി, ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിന്റെ ദാഹം? പാപം ചെയ്യുന്ന പാപിനിയായ ശമര്യ സ്ത്രീയെ, നിന്റെ മേലൊരു വിളിയും തെരഞ്ഞെടുപ്പ് ശുശ്രൂഷയുണ്ട് മോളെ. ആദ്യം നിന്റെ കെട്ടുപൊട്ടി നിന്റെ പാപസ്വഭാവം അഴിയണം, എന്നിട്ട് ഞാൻ നിന്നിൽ നിറയണം. ഇത് നിറയുന്നത് കാണാനുള്ള ദാഹം. ക്രൂശിൽ യേശു ദാഹിച്ചു. എന്തിനെ? തന്നെ കാണുന്ന എല്ലാവരും സ്വർഗത്തിലെത്താൻ, സകല പാവികളും സ്വർഗത്തിൽ കാണാൻ യേശുക്രിസ്തു ദാഹിച്ചു. യേശുക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി നമുക്കറിയാം, പുളിച്ച വീഞ്ഞ് കൊടുത്തു. യേശുക്രിസ്തു അടുത്ത വരി എഴുതിയിരിക്കുന്നു, സ്തോത്രം, സകലവും നിവർത്തി ആയി. സകല അവസാന പാപവും യേശുക്രിസ്തു ശംഖ് പിളർന്നതാണ്, നിനക്കവൻ തന്നുയിർ തന്നതാണ്. ശംഖ് പിളർന്നതാണ്, നിനക്കവൻ തന്നുയിർ തന്നതാണ്. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണ്, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണ്. ആക്രോശിക്കുന്ന കർത്താവ് പറഞ്ഞു, സകലവും ശാലി നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ നിവർത്തീകരിച്ചു. ആ സമയത്ത് പിശാച് എനിക്ക് എതിരെ എഴുതിയ എല്ലാ രേഖകളും തീർന്നില്ല. പിശാചിൻ്റെ സകല ആയുധവും കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് തകർത്തു. എനിക്കെതിരെയുള്ള നരകത്തിൽ കൊണ്ടുപോകുന്നുള്ള അവൻ്റെ സകല രേഖകളും വലിച്ചു കീറി. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, വിശ്വസിക്കുന്നവർക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഒരു കൂട്ടം പേർക്ക് ഇത് പോഷത്വമായി തോന്നാം, എന്നാൽ വിശ്വസിക്കുന്നവർക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഒരു കൂട്ടം പേർക്ക് ഇത് പോഷത്വമായിട്ട് തോന്നാം, ക്രൂശിന്റെ വചനം, എന്നാൽ വിശ്വസിക്കുന്ന ദൈവജനത്തിനോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ജനിക്കും മുമ്പ് താങ്കൾക്ക് വേണ്ടി യേശുക്രിസ്തു ഗെത്സമനയിലും, ഗെത്സമനയിൽ നിന്ന് ഗബദയിലും, ഗബദയിൽ നിന്ന് ഗോൽഗോഥാവിലും, ഗോൽഗോഥാവിൽ ക്രൂശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ
സ്വത്ര സകലവും താങ്കൾക്കായി നിവർത്തീകരിച്ചു എന്ന് താങ്കൾ വിശ്വസിച്ചാൽ, താങ്കൾ ആ ക്രൂശിലേക്ക് നോക്കിയാൽ, ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നാൽ, താങ്കളുടെ ഏത് കഠിന പാപവും യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 18, 19, 20 നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായാലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കുവാൻ കഴിയുള്ള യേശു ആ രക്തം കൊണ്ട് കഴുകി താങ്കളുടെ പാപവും ക്ഷമിക്കുവാൻ ഇന്ന് രാത്രി ഈ ദേശത്ത് യേശു വന്നിട്ടുണ്ട്. താങ്കൾ ഒരുപക്ഷെ ഭയങ്കര പാപം ചെയ്ത ആളായിരിക്കാം. ഈ പാപത്തിന് ഒരിടത്തും മോചനമില്ല എന്ന് താങ്കൾ വിചാരിക്കുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. താങ്കളെ യേശു സ്നേഹിക്കുന്നു. ഏത് കൊടുംപാവിയായാലും ശരി സഹോദര, യേശു ക്രിസ്തു ഗെത്സമനയിലും ഗബതയിലും ഗോൽഗൊത്താവിലും താങ്കളോടുള്ള സ്നേഹം കൊണ്ട്, താങ്കളോടുള്ള ഇഷ്ടമാണ് ഇഷ്ടം ക്രൂശിൽ യേശു പ്രദർശിപ്പിച്ചു. മരണത്തിലൂടെ യേശു ക്രിസ്തു മരിച്ചു താങ്കളെ നേടാൻ. താങ്കൾ മരിക്കേണ്ട സ്ഥാനത്ത്, ആ നരക തീക്കകത്ത് പോകേണ്ട സ്ഥാനത്ത്, നിത്യദണ്ഡത്തിനകത്ത് പോകേണ്ട സ്ഥാനത്ത് താങ്കൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? താങ്കളെ സ്നേഹിക്കുന്ന യേശു രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണെങ്കിൽ പുറത്താണെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ, ആ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ, യേശുവപ്പാ എന്നൊന്ന് വിളിക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി താങ്കൾ യേശു സ്നേഹിക്കുന്നു. ഞാൻ നിർത്താൻ പോവുകയാ. യേശു സ്നേഹിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കും. സ്വത്രം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തു. കൊലോസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു കാൽവരി ക്രൂശിൽ ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി. സ്വത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സ്നേഹിതരെ, ആ യേശു താങ്കൾക്ക് വേണ്ടി മുഴുവൻ നിവർത്തീകരിച്ചു. എല്ലാം നിവർത്തീകരിച്ചു. താങ്കൾ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിത്യദണ്ഡത്തിനകത്ത് പോകേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ആ ഹൃദയത്തെ, യേശുവേ എൻ്റെ ഹൃദയത്തിനകത്ത് വരണമെന്ന് ആരൊക്കെ പ്രാർത്ഥിക്കും? എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകൾ അടയട്ടെ. ആരൊക്കെ പറയും? ഈ ശബ്ദ പരിധിക്കുള്ളിൽ മനസ്രോതാവേ, താങ്കൾ എവിടെ നിൽക്കുന്നെങ്കിലും കുഴപ്പമില്ല, നിൽക്കുന്ന സ്ഥാനത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞ്, താങ്കൾ ഏത് പാപം ചെയ്താലും, എത്ര വർഷം കൊണ്ട് താങ്കളുടെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ആളായിരിക്കാം, കുടുംബത്തിൽ തലമുറകളെ തകർക്കുന്ന ആളായിരിക്കാം, കുടുംബത്തിനകത്ത് സ്വസ്ഥത ഇല്ലായിരിക്കാം, എല്ലാം കൊണ്ട് തകർന്നായിരിക്കാം, മദ്യം താങ്കളെ കീഴടക്കി കാണും, സ്വസ്ഥത നഷ്ടപ്പെട്ട് കാണും, ജീവിതം മടുത്തു എന്നായിരിക്കും. പക്ഷെ ഇല്ല, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് ആ ഹൃദയത്തെ യേശുവിനായി തുറന്നു കൊടുക്കാം. എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പറഞ്ഞേ, അപ്പാ നേരത്തെ കേട്ടതുപോലെ നിങ്ങളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിലുണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്തുണ്ടോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ച അങ്ങയുടെ സ്വഭാവം എൻ്റെ ഇല്ല അപ്പ, എൻ്റെ പന്ന സ്വഭാവങ്ങളെ ഉള്ളൂ, എനിക്കതിന് മാറ്റം വേണം. അതല്ല, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെ താങ്കൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് താങ്കളുടെ അടുക്കൽ യേശു നിൽക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ അരികത്തുണ്ട്. 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 ആ യേശു അരികത്തുണ്ട്. ആ രക്തം ഒഴുകുന്നുണ്ട്. ആ ക്രൂശിൽ രക്തം ഒഴുകുന്നുണ്ട്. ആരൊക്കെ പറയും, യേശുവേ ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, യേശുവേ എൻ്റെ ഉള്ളത്തിനകത്ത് വരണമേ. എല്ലാവരും പറഞ്ഞു, യേശുവേ എൻ്റെ തല മുതൽ പാദം വരെ എൻ്റെ ദേഹി ആത്മാവിനെ കർത്താവേ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവിനെ കഴുകണമേ, വചനത്താൽ കഴുകണമേ. കർത്താവിൻ്റെ വരവിൽ ദേഹി ആത്മാവ് അനന്യമായി വെളിപ്പെടുവാൻ, കർത്താവെ കറയില്ലാത്ത, പാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, ചുളുക്കമില്ലാത്ത പൈതലായി ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ യേശുവേ എൻ്റെ പേരാ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമെന്ന് ആരെല്ലാം പ്രാർത്ഥിക്കും? കർത്താവെ എൻ്റെ ഹൃദയത്തിനകത്ത് വരണമേ, എനിക്കെൻ്റെ യേശുവിനെ വേണം. ഇനിയുള്ള നാൾ ഞാൻ യേശുവിനായി ജീവിക്കുന്ന ആരൊക്കെ പറയും? പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഞങ്ങൾക്ക് ആഴമായ തിരുവചനങ്ങൾ ഇത്രയും സമയം ആഴമായി ഞങ്ങളോട് സംസാരിച്ചല്ലപ്പ.
ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ കടന്നു വന്ന് എല്ലാവരും ദൈവകരങ്ങൾ തരുന്നപ്പാ. കർത്താവേ, ഹൃദയത്തിനകത്ത് യേശു വസിക്കണപ്പാ. ഞങ്ങൾ യേശു ഉള്ളവരായി വീട്ടിൽ പോട്ടെ. ഒരു മക്കളും നഷ്ടപ്പെട്ടു പോകല്. എല്ലാവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ വരട്ടപ്പാ. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം കൊണ്ട് കഴുകി യേശു എല്ലാവരെയും വിശുദ്ധീകരിക്കണമപ്പാ. ഇനിയുള്ള ജീവിതം യേശുവിനായി, ജീവിച്ചാലും മരിച്ചാലും യേശുവിനായി ജീവിക്കുവാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ച് യാവോക്കിൻ്റെ അനുഭവത്തിനകത്ത്, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിനകത്ത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ അഭിഷേകത്താൽ നിറഞ്ഞ് ക്രിസ്തു എന്ന തലയോളം ആത്മാവിൽ നിറഞ്ഞ് വളരുവാൻ സകല മനുഷ്യരെ സഹായിക്കണപ്പാ. ദേശത്തിൽ ആരെല്ലാം ഈ ശബ്ദം കേട്ട് പാപത്തെ വിട്ടുതിരിയാൻ ആഗ്രഹിക്കുന്നപ്പാ, അവരെയും തൊടണേ. അവരെ ഉള്ളത്തിനകത്ത് അങ്ങ് പ്രവേശിക്കണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഈ ഗ്രൗണ്ടിലും പുറത്തും ആരുടെ എല്ലാം പേരുകൾ എഴുതാനുണ്ടോ എല്ലാവരുടെ പേരുകൾ എഴുതണപ്പാ. ഞങ്ങൾ ഇവിടെ കണ്ടതുപോലെ സ്വർഗത്തിൽ കാണുവാൻ സഹായിക്കണം. ശേഷിക്കുന്ന ഭാഗം ദൈവം നടത്തും. സമ്പൂർണ്ണമായി താഴ്ത്തി തരുന്നു. മാനവും മഹത്വം അധികാരം ബലം പോഴ്ച യേശുവിനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.